ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നമ്മുടെ ഏത് ഡാറ്റാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് ജനസംഖ്യ എന്നുള്ളത്. ഓവർ പോപ്പുലേഷനെ കുറിച്ചിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾ പോപ്പുലേഷനെ കുറിച്ചിട്ട് കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആർക്കും ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. പോപ്പുലേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഹ്യൂജ് ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് എവരിവൺ. വെൽക്കം ടു ഫിലിനോയിസ്റ്റ്. എൻ്റെ പേര് അഭിരാം. ഞാനൊരു ബികോം വിദ്യാർത്ഥിയാണ്, ഫസ്റ്റ് ഇയർ. ഇന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്താണ് അഖിൽ. അഖിൽ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹലോ, ഞാൻ അഖിൽ. ഞാൻ BA ഫസ്റ്റ് ഇയർ ആണ്. ഇംഗ്ലീഷാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പോപ്പുലേഷനെ കുറിച്ചിട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന, രണ്ട് ഇന്ത്യ. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2050-നുള്ളിൽ ഇന്ത്യ ചൈനയെ മറികടക്കുന്നതാണ്, ജനസംഖ്യയുടെ കാര്യത്തിൽ മറികടക്കുന്നതാണ് സർവേകൾ പറയുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ആർമി ഉള്ളത് ചൈനയ്ക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ എയർഫോഴ്സും നേവി ഉള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ നമുക്ക് ആകപ്പാടുള്ളത് 2.4% ലാൻഡാണ്. ടോട്ടൽ ലാൻഡിൽ 2.4% ലാൻഡിലാണ് ഇനി 2050 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ആൾക്കാർ ജീവിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടോ, അതോ നമുക്ക് കറക്റ്റായിട്ട് വല്ല ഫാമിലി പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇതിനൊക്കെ പറ്റിയാണ് നമ്മളിന്ന് ഒന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹലോ, അപ്പൊ അഖിൽ, നീ പറ, ജനസംഖ്യ കൂടുന്നത് നല്ലതാണോ അതോ ഒരു രാജ്യത്തിന് ദോഷമാണോ? അതോ അതിന്റെ വളർച്ചയെ ആണോ കാണിക്കുന്നത് അതോ അതിന്റെ തളർച്ചയാണോ കാണിക്കുന്നത്? ഇതിന് നമ്മൾ ആദ്യം തന്നെ ചൈനയുടെ കാര്യം അറിയണം. കാരണം 1950 ചൈനയിൽ വെറും 500 മില്യൺ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 2021 ഈ ഒരു സമയത്ത് 1.41 ബില്യൺ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. നമുക്കറിയാം 1980 തൊട്ടിട്ട് 2015 വരെയാണ് ചൈനയിൽ വൺ ചൈൽഡ് പോളിസി കൊണ്ടുവന്നത്. അതിനുശേഷം അവർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓവർ പോപ്പുലേഷൻ ആയിരുന്നു. ഏകദേശം 1978 അവർ 2 ചൈൽഡ് പോളിസിയൊക്കെ കൊണ്ടുവന്നിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കുന്നത്, ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു രാജ്യത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടോ അതിനനുസരിച്ച് അവർക്ക് റിസോഴ്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിന് ആ ഒരു പോപ്പുലേഷനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് അവരുടെ റിസോഴ്സസ് ആ പോപ്പുലേഷനുമായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് ശരിക്കും യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അത് ശരിയാണോ? ശരിയാണ്, അഖില് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ലോകത്തെ തന്നെ 2.4% ലാൻഡ്, നമ്മുടെ 70%, നമ്മുടെ എർത്തിന്റെ 70% വാട്ടറും ബാക്കി 30% മാത്രമാണ് ലാൻഡ് ഉള്ളത്. ആ 30%ന്റെ 2.4% മാത്രമേ നമുക്ക് ഇന്ത്യക്കാർക്കുള്ളൂ. അതന്നെയാണ്, ആ ഇന്ത്യയാണ് ഇനി 2050 ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള റിസോഴ്സ് എത്ര കുറവാണെന്ന് നമുക്ക് ഇന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. 2.4% ലാൻഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറമാണ്. 2.4% ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആവും. പിന്നെ വേസ്റ്റ് യൂട്ടിലൈസേഷൻ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് കാണാം, വീടുകളൊക്കെ തിങ്ങി നിറഞ്ഞ്. നമ്മളിപ്പോ പണ്ട് ഞാനൊക്കെ ഇവിടെ വീട് വെക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടും 2-3 വീട് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ ചുറ്റും വീടായി. പിന്നെ ഹോട്ടൽ വന്നു. ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമം പോലെയായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ ഒരു ഹോട്ടൽ വന്നു, ഒരു ലാബ് വന്നു. അഖിലിനൊക്കെ അറിയാം, അഖിലും കൂടെ അന്ന് വന്നിട്ടില്ലേ? നീ ഒന്ന് കണ്ടില്ലേ? ഞങ്ങളുടെ നാട്ടിൽ നീ ഒന്ന് വന്നതല്ലേ? അപ്പൊ നീ ഒന്ന് കണ്ടില്ലേ എത്ര അധികം ഒരു ഗ്രാമം പോലെ. ഇപ്പൊ നീ വന്നു കഴിഞ്ഞാൽ നീ ഞെട്ടും, സത്യം. കാരണം ഒരു ഹോട്ടൽ വന്നു, വലിയൊരു ബേക്കറി വന്നു, വലിയൊരു കോംപ്ലക്സ് പോലെ വന്നു, ഷോപ്പിംഗ്. ഇപ്പൊ ഇവിടെ വളരെയാണ്, വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഈ ബിൽഡിങ്സ് ഒന്നും വരുന്നതിന് കുറ്റം പറയല്ല. ഇങ്ങനെ വന്ന് 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 പിന്നെ നമുക്ക് ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്തൊരു അവസ്ഥയാവും. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നതെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഫാമിലി പ്ലാനിങ് ഒന്നും ഇവിടെ നോക്കുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ 1950 നമ്മൾ ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ.
പക്ഷെ അഖിൽ അതിനെ കുറിച്ച് പറയും. അത് ഒട്ടും സക്സസ് ആയില്ല. കാരണം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ വിചാരം ഒരു കുട്ടി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ്. ശരിക്കും അങ്ങനെയല്ല. അതൊരു സമൂഹത്തിന്റെ കൂടിയാണത്. പാരന്റ്സിന് ഒരു പൊതു അതെ. സ്വത്താണ്. പാരന്റ്സിന് ഒരിക്കലും അവരുടെ കുട്ടീനെ ഒറ്റയ്ക്ക് വളർത്താനായിട്ട് പറ്റില്ല. സ്കൂളിൽ വിടണം. അപ്പോൾ ടീച്ചേഴ്സ് നോക്കും. അവിടുത്തെ ബാക്കി സ്റ്റാഫ്സ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഏതൊരാളുടെ ക്യാരക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സിബ്ലിങ്സ്, പാരന്റ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ് അങ്ങനെ എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് കോളേജാണെങ്കിൽ കോളേജിലുള്ള സ്റ്റാഫ്സ്, ടീച്ചേഴ്സ് അവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആ കടക്കാരൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് തോന്നും. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം വിചാരിക്കുക. ഇപ്പോൾ ഒരു കടയിൽ 10 പാലിൻ്റെ പാക്കറ്റേ ഉള്ളൂ. 100 പേര് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് സാധനത്തിന് ഡിമാൻഡും കൂടും. അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുകയില്ല. ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. നമുക്ക് ഈക്വൽ റിസോഴ്സസ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു വിപത്താണ് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഫുഡിന് തന്നെ നമുക്ക് കർഷകർ വേണം. എത്ര കൃഷി നടക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും. ഒരു വർഷം അവിടെ കൃഷി ഒന്ന് ഇടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വരുന്ന ജനങ്ങൾ പട്ടിണി കിടക്കും. അതിന് നമുക്ക് ഫുഡ് കൺട്രോളൊക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു വർഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു സൊസൈറ്റീനെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട്. അഖില പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പറഞ്ഞത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഒരു കടയിൽ പോകുന്നു, നമ്മൾ പാല് വാങ്ങിക്കുന്നു. അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ കേൾക്കുന്നവർക്കും അത് വേഗം മനസ്സിലാവും. അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാവുന്ന രീതി, അതിന്റെ ആഴം എന്താണെന്നും ആ പറഞ്ഞതിന്റെ ഒരു കറക്റ്റ് മീനിങ്, കറക്റ്റ് അർത്ഥം മനസ്സിലാവുന്ന രീതിയിലാണ് അഖില് പറഞ്ഞത്. ശരിയാണ്. പക്ഷെ അഖില് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ പണ്ട് പ്ലാനിങ് ചെയ്തിരുന്നു, ഫാമിലി പ്ലാനിങ് ഒക്കെ എങ്ങനെ ചെയ്യാൻ. പക്ഷെ അത് ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ തായ്ലൻഡിന്റെ കാര്യം നോക്കുകയാണ്. തായ്ലൻഡ് പോലുള്ള രാജ്യത്ത് 1960കളിൽ ഒരു കുടുംബത്തിൽ 6ഉം 7ഉം, അതായത് ഒരച്ഛനും ഒരു അമ്മയ്ക്കും 6ഉം 7ഉം കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. 6ഉം 7ഉം കുട്ടികൾ. അവര് ഒരിക്കലും അത് കുറയ്ക്കാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. ഓരോ വർഷവും 3% അവിടുത്തെ പോപ്പുലേഷൻ വർദ്ധിച്ചത്. 3%. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്ക്, അതായത് ലോക ബാങ്ക് അവരെ ഒന്ന് ഗുണദോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ നിങ്ങളുടെ എക്കണോമി തന്നെ ഇടിയും. നിങ്ങളുടെ രാജ്യത്തെ എക്കോണമി ഇടിയും വേണ്ട. അപ്പോൾ അവർക്കത് ആവാത്തോണ്ടാണോ അതോ അവർ എടുക്കാത്തോണ്ടാണോ എന്ന് അറിയില്ല. അവർ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്തത്. ഫുള്ളായിട്ട് അവർ നെഗ്ലക്ട് ചെയ്തു. അങ്ങനെ ഫുള്ളായിട്ട് നെഗ്ലക്ട് ചെയ്യുമ്പോൾ പോപ്പുലേഷൻ നല്ലോണം കൂടി അതിന്റെ പീക്കിൽ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിങ്ങനെ പോയാൽ നടക്കില്ല. അപ്പോഴാണ് അവര് ഫാമിലി ഹെൽത്ത് പ്രോജക്ട് എന്നുള്ള സംഭവം ആവിഷ്കരിച്ചത്. അത് ഒഫീഷ്യലായിട്ടല്ല, അൺഒഫീഷ്യലായിട്ടാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ ഗവൺമെന്റ് പോപ്പുലേഷനിൽ മാറ്റങ്ങൾ കുറച്ച്, ഗവൺമെന്റ് പ്ലാൻസ് ആൻഡ് പോളിസീസിൽ ഇത്തിരി മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചു. പിന്നെ കുറച്ച് പേർക്ക് ഇത്തിരി ബോധവൽക്കരണം കിട്ടി. കുറച്ച് പേർക്ക്, അതായത് ആ രാജ്യത്തെ ആൾക്കാർ മെയിൻ ആയിട്ട് കുട്ടികളെ കൂടുതൽ വളർത്തിയത് എന്തിനാന്ന് വെച്ചാൽ ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു. ഓരോ അച്ഛനമ്മയും വിചാരിക്കുക എന്താന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുട്ടിയുടെ ശമ്പളം അല്ലേ ആ കുടുംബത്തേക്ക് വരുള്ളൂ. 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളുടെ ശമ്പളം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നു തായ്ലൻഡുകാർ. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ ചിന്തിക്കണം അതേപോലെ. പണ്ട് തായ്ലൻഡിലും ചിന്തിച്ചിരുന്നു. പ്രത്യേകിച്ച് തായ്ലൻഡിന്റെ ക്യാപിറ്റലായ ബാങ്കോക്ക്. അവിടെയൊക്കെ ജനം തിങ്ങി നിറയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1970 ആദ്യത്തെ ഒഫീഷ്യലായിട്ടുള്ള പോപ്പുലേഷൻ പോളിസി വരുന്നത്. അതിലവർക്ക് 3% തൊട്ട് 2.5% വരെ അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു 5 വർഷത്തിനുള്ളിൽ. തായ്ലാന്റ് പോലെ ഒരു രാജ്യത്തിന് അങ്ങനെ പറ്റുമെങ്കിൽ ഇന്ത്യ പോലെ രാജ്യത്തിന് എന്തായാലും, ഇന്ത്യ വലിയൊരു രാജ്യമാണ് എങ്കിലും അത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 5 അല്ല, ഒരു 10-15 വർഷത്തിനുള്ളിൽ നമുക്കും അത് സാധിക്കാവുന്നേ ഉള്ളൂ. പിന്നെ മിസ്റ്റർ കോണ്ടം എന്ന പേരിലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ പേര് വിരാ വൈദ്യ, അങ്ങനെ എന്തോ ഒരു പേരാണ്. അത് സ്പെല്ലിംഗ് VIRAVAIDYA. അദ്ദേഹം മിസ്റ്റർ കോണ്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഈ മൂവ്മെന്റിൽ വളരെയധികം എഫേർട്ട് എടുത്ത ഒരാളാണ്. അത് സക്സസ്ഫുൾ ആയിരുന്നു. റൂറൽ ഏരിയസിലൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും കുറെ പേർക്ക് ഇതിന് ബോധവൽക്കരണം ലഭിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളുകളിലൊക്കെ, നമ്മുടെ സാധാരണ സ്കൂളുകളിലൊക്കെ ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തി, ക്വാണ്ടം ബ്ലോയിങ് ഗെയിംസ് നടത്തി, ഊതി വീർപ്പിക്കുന്ന ഗെയിംസ്, അങ്ങനത്തെ ഓരോ ഗെയിംസ് നടത്തി അങ്ങനെ കുട്ടികൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി എന്ന് രസകരമായ രീതികളിൽ അവര് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അദ്ദേഹം ശ്രമിച്ചു. അത് വൻ വിജയകരമായി. അങ്ങനെ അവിടുത്തെ
പോപ്പുലേഷൻ ക്രമാതീതമായി കുറഞ്ഞു. കുറെ അത്യാവശ്യം അവർക്ക് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ അവരുടെ എക്കോണമി ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പെട്ടിക്കട ചെന്നാലും നമുക്ക് കിട്ടും. കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് നമുക്ക് ഏത് പെട്ടിക്കട ചെന്നാലും കിട്ടാവുന്ന രീതിയിലാണ് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തായ്ലാന്റിന്റെ ക്യാപിറ്റൽ സിറ്റി ബാങ്കോക്കിൽ എവിടെ പോയാലും നമുക്ക് ലഭിക്കും. ഇതിൽ അഖിലിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമ്മൾ ഇന്ത്യക്കും അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അഖിലിന്? ഇതിന് നമ്മൾ ആദ്യം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ചില ആൾക്കാർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ 1947 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജനസംഖ്യ ഇന്നുള്ളതിനേക്കാളും കമ്മിയായിരുന്നില്ലേ, അതിനുശേഷം നമ്മളിപ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത്. നമുക്കിപ്പോൾ നല്ല ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങളുണ്ട്, ഇങ്ങനെയെല്ലാം നോക്കുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൻ്റെയും ഓസ്ട്രേലിയയുടെയും എക്സാമ്പിൾസ് എടുക്കേണ്ടതാണ്. കാരണം അവിടെ ആ ഒരു ടൈമിൽ പോപ്പുലേഷൻ കൂടുതലായിരുന്നു. കൂടുതലെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കൂടി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ അവർക്ക് പോപ്പുലേഷൻ നമ്മുടെ ഇന്ത്യയെക്കാളും കമ്മിയായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഡെവലപ്മെൻറ്റും കൂടുന്നുണ്ട്. പോപ്പുലേഷനും ഡെവലപ്മെൻറ്റുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നിങ്ങൾ ചൈനയെ നോക്കിയിട്ട് അങ്ങനെ വിലയിരുത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. 1950 ഇന്ത്യയിൽ ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നത് 1952 ഈ ഒരു സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അതാണ് TFR റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. TFR നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയും. എന്ന് വെക്കുകയാണെങ്കിൽ ഒരു വിമൻ എത്ര ബേർഡ്സ് കൊടുക്കേണ്ടതെന്ന് അനുസരിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു കണക്കാണത്. നമുക്ക് data.worldbank.org എന്ന ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ പറയുന്നതിൻ്റെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ TFR കൂടുതലുള്ളത് ആഫ്രിക്കൻ കൺട്രീസിലാണ്. ഇന്ത്യയിലെ TFR എന്ന് പറയുന്നത് 2.20 ആണ്. ഇപ്പോൾ TFR ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ TFR ഇപ്പോൾ ഒരു 2 ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. TFR 1 എന്ന് പറയുമ്പോൾ ആ ഒരു രാജ്യത്തിൽ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി എന്ന രീതിയിലായിരിക്കും. ഇത് ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ TFR ഉള്ളത് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. TFR 2.21 ആണ് ഏറ്റവും സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഡാറ്റാസ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. TFR ഇപ്പോൾ ഇന്ത്യയിൽ 2.20 ആണ്. നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ കുറച്ച് സ്റ്റാഗ്നൻ്റ് തന്നെയാണ്. അത് 2019 കണക്കാണിത്. ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള നൈജീരിയയിലാണ് ഏറ്റവും കൂടുതൽ TFR റേറ്റിംഗ് കൂടുതൽ. ഏകദേശം 2.64% വരുന്ന ജനങ്ങളും നൈജീരിയയിലാണ് താമസിക്കുന്നത്. അത്രയും പോപ്പുലേഷൻ ഉണ്ട് അവിടെ. അവിടുത്തെ TFR എന്ന് പറഞ്ഞാൽ 5.32 ആണ്. 2019 കണക്കാണ് 5.32. അത് വളരെ വലിയൊരു ഡാറ്റയാണ്. ശരിക്കും ആഫ്രിക്കൻ കൺട്രീസിലാണ് ഇപ്പോൾ TFR കൂടി വരുന്നത്. ബാക്കിയുള്ളതിലൊക്കെ പക്ഷേ ക്രമാതീതമായിട്ട് നമ്മൾ ലോകത്തെ മൊത്തം നോക്കുന്ന സമയത്ത് കുറയുന്നുണ്ട്. ആഫ്രിക്കയിൽ പിന്നെ ഒരു ചെറിയൊരു തെറ്റായൊരു ധാരണ ഉണ്ട്. എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നല്ല ഹൈ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഭാഗ്യം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതിന് നമ്മൾ വേറൊരു കാര്യം കൂടിയും ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം. ഇന്ത്യയിൽ ഏകദേശം 7.9 ബില്യൺ പീപ്പിൾ ഉണ്ട്. 2021 കണക്കാണ്. ഇത് വേൾഡോമീറ്റർ എന്ന് പറയുന്ന ഒരു സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് അപ്പോൾ കൂടി വരുന്നത് നിങ്ങൾക്ക് ലോകത്തിന് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ ഡാറ്റാസൊക്കെ അവിടെ നിന്നാണ് ഞാൻ ശേഖരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മലയാളികളുടെ ഇപ്പോൾ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് 75 അതിന് മുകളിലുമാണ്. പണ്ട് ഇതൊന്നും ആയിരുന്നില്ല. അതിനിപ്പോൾ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഫീൽഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. മരണനിരക്ക് അതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിത ദൈർഘ്യം കൂടുന്നുമുണ്ട്. മനുഷ്യരുടെ ജനസംഖ്യ അതുകൊണ്ടാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പോപ്പുലേഷൻ ഫോർ എക്സാമ്പിൾ കുട്ടികൾ ഇല്ലാത്ത ഒരു സമൂഹമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് വയസ്സായ ആളുകളായിരിക്കും. അവർ അധികം റിട്ടയേർഡ് ഏജസ് ഒക്കെ ആയിരിക്കും. പിന്നെ പുതിയതായിട്ട് കുട്ടികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് കുട്ടികളാണെന്നുണ്ടെങ്കിലും കൂടി അത് പോപ്പുലേഷനെ വളരെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ നമുക്ക് ഒരിക്കലും കുറയ്ക്കാനായിട്ടൊന്നും പറ്റില്ല. പോപ്പുലേഷൻ കൂടുക തന്നെ ചെയ്യും, പക്ഷെ അതൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ 17.7% വരുന്ന ജനങ്ങളും ലോകത്തുള്ളത് ഇന്ത്യയിലാണ് പറയപ്പെടുന്നത്. ഇന്ത്യ സെക്കൻഡ് പോപ്പുലസ് കൺട്രിയാണ്. അത് പെട്ടെന്ന് തന്നെ എന്തായാലും 2050 കൂടി അല്ലെങ്കിൽ അതിനു മുമ്പേ ആയിട്ട് നമ്മൾ ചൈനയെ മറികടന്ന് ഫസ്റ്റ് ആകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏകദേശം 35% ഇന്ത്യയിൽ വരുന്ന ജനങ്ങൾ അർബൺ ഏരിയാസിലാണ് ജീവിക്കുന്നത്. അർബൺ ഏരിയയിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പക്ഷെ ബാക്കി വരുന്ന പെർസെൻറ്റേജ് ആലോചിച്ച് നോക്ക്, വെറും 35% പേര് മാത്രമാണ് അർബണിലുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്താണ്, റൂറൽ ഏരിയയിലാണ്. അവർക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ല, അവർക്ക് അധികം ജോലിയില്ല, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്
വളരെ കമ്മിയാണ്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ഫാക്ടറികൾ ഉള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ 10 പേരെ എടുക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ 20ഉം 30ഉം ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ കൂടും. പക്ഷേ 10 പേരെ തന്നെ അവർക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി 20 പേരും പുറത്താണ്. 20 പേരും അൺഎംപ്ലോയിഡ് ആണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ റിസോഴ്സസ് വെച്ചിട്ടാണ് നമുക്ക് ശരിക്കും ഒരു പോപ്പുലേഷൻ ഒരു രാജ്യത്തിൽ എത്ര വേണമെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുന്ന ടൈമിൽ ഇപ്പം നമ്മുടെ പോപ്പുലേഷൻ കുറച്ച് കൂടുതൽ തന്നെയാണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒന്നാമതെത്തേണ്ട ആവശ്യമില്ല. കാരണം ചൈന എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യ ചൈനയുടെ അത്ര വലുപ്പമൊന്നുമില്ല. അതിനനുസരിച്ചിട്ട് നമ്മുടെ റിസോഴ്സസും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ചില കണക്കുകൾ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2030 കൂടി തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് ആവും എന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകരുതൽ എടുത്തേ പറ്റുള്ളൂ. പക്ഷേ അത് ഇനി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും വൈകിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നായിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. ഏകദേശം മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, കൊൽക്കത്ത, ചെന്നൈ ഈ മെയിൻ 5 സിറ്റീസിലാണ് മെയിനായിട്ട് പോപ്പുലേഷൻ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ അഭിരാം പറയുന്നതായിരിക്കും. അഖില് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അഖില് പറഞ്ഞ പോലെ തന്നെ 2050 ആകുമ്പോഴേക്കും ഇന്ത്യയാവും ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള കൺട്രി. സെക്കൻഡ് പ്ലേസ് കിട്ടാൻ പോകുന്നത് നൈജീരിയ. അഖില് പറഞ്ഞത് ശരിയാണ്. തേർഡ് പ്ലേസ് പാകിസ്ഥാൻ. ഫോർത്ത് പ്ലേസ് ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊട്ടോഗോ. പിന്നെ എത്യോപ്യ, ടാൻസാനിയ, ഇന്തോനേഷ്യ, ഈജിപ്ത്, USA അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഇന്ത്യയാണ്. അഖില് പറഞ്ഞതുപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് അടിക്കും. ഫസ്റ്റ് അടിക്കുന്ന പറഞ്ഞാൽ ഒളിമ്പിക് മെഡലിന്റെ കാര്യത്തിലല്ല, നമ്മൾ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഫസ്റ്റ് അടിക്കും. അപ്പോ ഇത്രയധികം പോപ്പുലേഷനുള്ള കൺട്രിയിൽ എന്തുകൊണ്ടാണ് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു കഴിവില്ലായിട്ടൊന്നുമല്ല. നമ്മുടെ സ്കൂൾസ് പല സ്കൂൾസും, പ്രത്യേകിച്ച് CBSE സ്കൂൾസ്. ഞാനും അഖിലും CBSE സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാം അവിടെ എഡ്യൂക്കേഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ സ്പോർട്സിനും ആർട്സിനൊന്നും ചേരണ്ട, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് അവർക്ക്. ഫസ്റ്റ് പ്രയോറിറ്റി പഠിക്കലാണ്. നമ്മൾ ആവറേജ് പോരാ, എബോവ് ആവറേജ് വരണം എന്നുള്ളവർക്ക് സ്പോർട്സിക്ക് ഒരു വെൽക്കം ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യണം, സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യണം എന്നൊന്നും ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. ചിലവര് കയറി പോവും. ബാക്കി ചിലവര് കഴിവുള്ളവര് അവര് കഴിവ് എന്താന്ന് പോലും അറിയാതെ അവര് ചിലപ്പോ അവരവരുടെ ജീവിതം വല്ല ഓഫീസ് ജോബോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരവരുടെ ജീവിതം കഴിഞ്ഞു പോകും. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ഉണ്ടാവാൻ ഉള്ള ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാര്യം ഈ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യയിൽ ഒട്ടാകെ നമുക്ക് പറയാം, ഈ ചില അച്ഛനമ്മയ്ക്കൊക്കെ ഫസ്റ്റ് ജനിക്കുന്ന ആൺകുട്ടിയാവും. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. പിന്നെ രണ്ടാമത് ജനിക്കുന്ന ആൺകുട്ടിയെ ഭയങ്കര സന്തോഷം. മൂന്നാമത് ആൺകുട്ടിയെ അതിലേറെ സന്തോഷം. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു നോക്കും. ഫസ്റ്റ് ഒരു പെൺകുട്ടി വെച്ചെങ്കിൽ സന്തോഷമാവും, കാരണം ഫസ്റ്റത്തെ കുട്ടി അവന്റെ ഒരു സന്തോഷമാണ്. സെക്കൻഡ് ഒരു പെൺകുട്ടി ജനിച്ചാലോ മുഖം ചെറുതായിട്ടൊന്ന് ചുളി. തേർഡ് ഒരു പെൺകുട്ടി ജനിച്ചാലോ ഈ രണ്ടെണ്ണത്തിനെയും കല്യാണം കഴിപ്പിച്ചു വിടണം, ഇനി മൂന്നാമത്തേനെ കെട്ടിച്ചിടണം എവിടുന്നാന്നുള്ള ചോദ്യം വരും. പക്ഷെ ഇവര് ട്രൈ ചെയ്യും, നിർത്തില്ല അവര്. നാലാമതൊരു പെൺകുട്ടിയാണെങ്കിലോ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ ട്രൈ ചെയ്ത് ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് ഇവർക്ക് അറിയുന്നില്ല ഈ പോപ്പുലേഷൻ കടന്ന് കൂടുകയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എത്ര കുട്ടികൾ ഈ ആൺകുട്ടിയോട് ജനിക്കാത്തവർ പിന്നെയും ശ്രമിക്കാനാവും. ഇവര് മനസ്സിലാക്കുന്നില്ല ഈ ആൺകുട്ടി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആൺകുട്ടിയോട് മാത്രം ജനിച്ചാൽ അവർക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ വേണ്ടേ? ഇവരെയൊക്കെ ഒന്നുമില്ലെങ്കിൽ വൂമ്പിൽ വെച്ചിട്ട് തന്നെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആൺകുട്ടിയോട് ആരെ കല്യാണം കഴിക്കും? അങ്ങനെ കുറെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പോപ്പുലേഷൻ ഡിക്ലൈൻ ആവും ഒറ്റയടിക്ക് തന്നെ. പിന്നെ ഇംബാലൻസ് ആവുക ചെയ്യുക, ജെൻഡർ ഇംബാലൻസ് വരിക ചെയ്യുക. നാച്ചുറൽ അതിന്റെ രീതിക്കാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്, നമ്മുടെ ഡാനിയൽ റാഡ്ക്ലിഫ് ആണ് അതിന്റെ നായകൻ. ഞാൻ ഇന്നലെയാണ് ആ പടം കണ്ടത്. അവര് കൊടും കാട്ടിക്ക് പോണതാണ്, സൗത്ത് അമേരിക്കയിലോ ഇന്ത്യയിലോ എവിടെയോ. അപ്പോ അവരെ കാട്ടിക്ക് പോകുമ്പോ ഡാനിയൽ റാഡ്ക്ലിഫിന്റെ ഒരു ഗൈഡ് ഉണ്ട്, ടൂർ ഗൈഡ് പറയുന്ന ഒരു വാക്കുണ്ട്, നേച്ചർ ഈസ് ഓൾവേസ് ബാലൻസ്ഡ്. ഹ്യൂമൻസ് ആണ് അതിന് ഇൻബാലൻസ് ആക്കുന്നത്. വല്ല ബാലൻസ് കുറവും നമ്മൾ ഇംബാലൻസ് എപ്പോ വരുന്നുണ്ടോ അവിടെ ശ്രദ്ധിച്ചോ മനുഷ്യന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവും. അല്ലാതെ നേച്ചർ ഒരിക്കലും ഇംബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യം ചെയ്യില്ല. പോപ്പുലേഷന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇംബാലൻസ് വരും. ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ വിട്ടു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ഒന്നാമത്തെ കാര്യമാണ്, എന്ത് ആൺകുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം പോപ്പുലേഷൻ കൂടാൻ രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട്. ആദ്യം ഇവരെ കുറെ പെൺകുട്ടികളെ വിചാരിക്കും ഒരു ആൺകുട്ടി ജനിച്ചത് ഫാമിലി സപ്പോർട്ട്. എന്തേ പെൺകുട്ടി ജോലിക്ക് പോയിട്ട് വരുന്ന ശമ്പളം എന്താ? ശമ്പളമല്ലേ, കുന്നിക്കുരിയാണോ കിട്ടുന്നത്? അതോ മാങ്ങാണ്ടിയാണോ കിട്ടുന്നത്? അതോ പെൺകുട്ടിയുടെ ജോലിക്ക് പോയി MNCസിലൊക്കെ അവരെന്താ വെറും ചോറും കറിയും കൊടുത്ത് വിടുകയാണോ? അല്ല, അവർക്ക് കാശാണ് കിട്ടുന്നത്.
അത് പെൺകുട്ടികളെ ജോലിക്ക് വിടാൻ തയ്യാറുമല്ല. പിന്നെ അവർക്ക് കിട്ടുന്ന പൈസ എന്തോ പുച്ഛത്തോടെയാണ് ഇവർ കാണുന്നത്. അവരും രാപ്പകലില്ലാതെ അധ്വാനിച്ച് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തൊക്കെ കിട്ടുന്ന പൈസയാണ്. ഇവരുടെ വിചാരം കല്യാണം കഴിഞ്ഞ് പോയാൽ നേരെ ഫുൾ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് കൊടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഇവർ പെൺകുട്ടികളെ വളർത്തുന്നത്. ഇപ്പോ ചില ആൾക്കാരനെ ഒരാളെന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെൺകുട്ടി നല്ല പഠിക്കും മൂപ്പര്. കേരള പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ കോളേജിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ പറയുന്നുണ്ട്, ഞാൻ ദിവസം സൈക്കിൾ നേരെയൊക്കെ പോയപ്പോ കേട്ടതാണ് എന്നെ കോളേജിൽ ചേർത്താൻ പറ്റും. അപ്പൊ പറയുന്നുണ്ട്, നീ കല്യാണം കഴിച്ച് പോകേണ്ട ആളല്ലേ, അപ്പോ ഞാൻ നിന്നെ എന്തിനാ പഠിപ്പിക്കും. മൂപ്പർക്ക് ഒരു ചെറിയ മോനുണ്ട്. പിന്നെ ഈ രണ്ടു കൂട്ടരും തമ്മിൽ നല്ല പ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. മൂത്തത് ചേച്ചിയാണ്. ഈ ചേച്ചിക്ക് ഏകദേശം എന്നെങ്ങാട്ടി 1-2 വയസ്സൊക്കെ കൂട്ടുള്ളൂ. അപ്പോ 2 വർഷം പോയിട്ട് സൈക്കിൾ നേരെയൊക്കെ പോകുമ്പോൾ കണ്ട. അപ്പൊ ചേച്ചിക്ക് കോളേജ് ചേരാനുണ്ട്, ചേച്ചിനെ വിടുന്നില്ല. കാരണം ഇവനെ ഞാൻ പഠിപ്പിക്കുന്ന പറയും. എന്ത് ഈ വളർന്നു വരുന്ന ചക്കൻ അവനെ പഠിപ്പിക്കണ്ടെന്ന് പറയുന്നില്ല. ചിലപ്പോ അവൻ ഇയാളെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. ഈ പെണ്ണവൻ ചിലപ്പോ തിരിഞ്ഞു നോക്കണം. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. എന്തിനാണ് വേറെ ആളുടെ ഒരു ഫാമിലി മാറ്ററിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനൊന്നും, പക്ഷെ എനിക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. കാരണം അത്രയും ഞാൻ അന്വേഷിച്ചു, നല്ല പഠിക്കാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. അങ്ങനത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ പെണ്ണ് പറയുന്നുണ്ട്, എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റുഡൻസ് ലോൺ എടുത്ത് പഠിച്ചോളാം, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ചങ്ങായി പറയേണ്ട ഒരു വാക്കുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചിട്ട് നിനക്ക് ജോലി കിട്ടില്ല, ഞാൻ തന്നെ അടയ്ക്കണ്ടേ, അപ്പൊ നീ പോണ്ടാന്ന്. അത് അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഒന്നും പിന്നെ പറയാനില്ല. എന്താ അത്രയും കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ നമുക്ക് അറിയാവുന്ന ക്ലോസ് ആയിട്ടുള്ള ആളൊന്നും ഇല്ലല്ലോ. എന്റെ മാമനെ ഒന്നും ആണെങ്കിൽ ഞാൻ പോയി പറയും. ഇപ്പൊ എനിക്ക് അറിയാത്ത ഏതോ ഒരു വ്യക്തി, എവിടുന്നോ കണ്ടൊരു വ്യക്തി, പക്ഷെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കത് കണ്ടപ്പോ എന്തോ പോലെ കേട്ടപ്പോ പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. എന്തിനാ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ അധികം നിന്നാ നമ്മളും കൂടി അങ്ങനെ ഇപ്പം കണ്ട ചിന്താരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700 സംതിങ്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആൾ, അയാൾ ഇപ്പോഴും ഈ കാലത്ത് ജനിക്കേണ്ട ആളൊന്നല്ല. കാരണം ഇപ്പോ നമ്മുടെ നാട്ടിൽ ആണ് പെണ്ണെന്ന് വ്യത്യാസമൊന്നുമില്ല. എല്ലാരും ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാരും പൈസ മേടിക്കുന്നുണ്ട്, ഇപ്പൊ ചന്ദ്രനിൽ പോകുന്നുണ്ട്, സ്പേസിൽ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാരും ജെൻഡർ വ്യത്യാസം ഒന്നും ഇപ്പൊ ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ജമ്മു ഇങ്ങനത്തെ വ്യക്തികളൊക്കെ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്. പിന്നെ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം വരാൻ കാരണം എന്താ, ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ. ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശമ്പളം പറ്റി അല്ലെങ്കിൽ ഒരാളുടെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പോപ്പുലേഷൻ പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ. കാരണം പെണ്ണുങ്ങളെ ജോലിക്ക് വിടില്ല. പെണ്ണുങ്ങളെ ജോലിക്ക് വിടാത്തതുകൊണ്ട് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളുണ്ടെങ്കിൽ അച്ഛന്റെ ശമ്പളത്തിലാണ് ഈ ബാക്കി 3 പേരും ജീവിക്കുന്നത്. അപ്പൊ ബാക്കി അമ്മേനെ ഇവർക്ക് ജോലിക്ക് വിട്ടാ പകുതി ബേർഡൻ കുറയും. പക്ഷെ അത് ചെയ്യില്ല. അപ്പൊ പറയും, നീ ജോലിക്ക് പോയിട്ടൊന്നും വേണ്ട എന്റെ വീട് നോക്കാൻ പറയും. നീ ജോലിക്കൊന്നും പോയിട്ട് വേണ്ടെങ്കിൽ അയാള് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം ഇന്ത്യയുടെ അത്രയും പെർ ക്യാപിറ്റൽ ഇൻകം, അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യയുടെ കുറയാൻ കാരണം ഇങ്ങനെ പെൺകുട്ടിയുടെ 50% പോപ്പുലേഷൻ ഇന്ത്യയിൽ പെണ്ണുങ്ങളാണ്. പകുതി, ഇന്ത്യയുടെ പകുതി തന്നെയാണ് ജോലിക്ക് വിടാതിരിക്കുന്നത്. ഒരു രാജ്യത്തെ പകുതി വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഫുൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത ആരോഗ്യമുള്ള 50% പേര് ജോലിക്ക് പോകുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ എക്കണോമി തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അടുത്ത് തന്നെ തകരും. ഇങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള കുറെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഓർത്തഡോക്സ് കുടുംബങ്ങളുണ്ട്, പല പല കുടുംബങ്ങളും ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ചിലവര് പറയും, ഈ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരുടെ ഇഷ്ടത്തിന് നടക്കും. അവർക്കും ഇഷ്ടങ്ങളുണ്ട് എന്നൊന്നും നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. അപ്പോ പോപ്പുലേഷൻ കൊണ്ട് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ ഈ കൂടുതൽ ആൺകുട്ടികൾ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടും സംഭവിക്കും. പിന്നെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ, ആൺകുട്ടികൾ വേണം എന്നുള്ളത്. രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ, ആൺകുട്ടികൾ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനത്തെ 2 റീസൺ കാരണമാണ് മെയിൻ ആയിട്ട് പോപ്പുലേഷൻ കൂടുന്നത്. പിന്നെ മൂന്നാമത്തത് എഡ്യൂക്കേഷൻ ഇല്ലായ്മ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിനെ പറ്റിയിട്ടുള്ള മിനിമം ഒരു എഡ്യൂക്കേഷൻ ഇല്ലായ്മ. അത് പിന്നെ എങ്ങനെയാണ് ലീഡ് ചെയ്യാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അഖിൽ എന്താ പറയാനുള്ളത്? നീ പറഞ്ഞൊക്കെ വളരെ കറക്റ്റാണ്. കാരണം വിമൺ എംപവർമെന്റ് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് തന്നെ ചെയ്യണം. കാരണം അത് അത്രയും വലിയൊരു ഇഷ്യൂ ആണ്. കാരണം അത് നമുക്ക് ചൈനയുടെ കാര്യം പറയുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യയിൽ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അഭിരാം പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. സൗത്ത് ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് റീജിയനിലൊക്കെ നമ്മുടെ TFR റേറ്റ്സ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. TFR റേറ്റ്സ് നോർമലാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ആസാം, ജാർഖണ്ഡ്, ബീഹാർ, UP തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ TFR റേറ്റ് ഹൈ ആണ്. അത് നമുക്ക് അതിൻ്റെ മാപ്പൊക്കെ ഉണ്ട്. നമുക്ക് പോപ്പുലേഷൻ്റെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ, നമുക്ക് TFR റേറ്റിൻ്റെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണത്. വളരെ ഹൈ ആണ്. അത് നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം
പ്രശ്നമാണ്. പിന്നെ മെയ് 2019 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അവർ ഒരു സർവേ നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു സർവേയിലുള്ള കാര്യമാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2019 നമുക്ക് 8.4% അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതേ സമയത്ത് 17-18 സമയത്ത് നമുക്ക് 6.1% അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17-18 6.1%, 2019 8.4% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കാം, നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി വരികയാണ്. അത് എന്താണെന്നുള്ള റീസൺ ഇതിനു മുമ്പ് അഭിരാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയാനായിട്ട് പോകുന്നില്ല. പിന്നെ ചൈനയുടെ കാര്യം എടുക്കാം. ചൈനയിൽ ഈ വൺ ചൈൽഡ് പോളിസി വരുന്ന ടൈമിലുണ്ടായ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ ജെൻഡർ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഇംബാലൻസ് ആയി, മാസീവ് ജെൻഡർ ഇംബാലൻസ് എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നതിന്. കാരണം മെയിൽസ് ഏറ്റവും കൂടുതലാണ്, ഇപ്പോൾ ഫീമെയിൽസ് ഭയങ്കര കുറവാണ്. 2030 കൂടി, ഇപ്പോൾ 2021 നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്, 2030 കൂടി, ഇത് സർവേയുടെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, 2030 കൂടി 1/4 ചൈനീസ് പോപ്പുലേഷൻ ഉള്ള മെന്നും അവർക്ക് അവരുടെ 30 വയസ്സുകളിൽ, ഐ മീൻ 30s, ആ ലൈറ്റ് 30സിൽ പോലും, ലൈറ്റ് 30s ആണ് ഞാൻ പറയുന്നത്, ആ ഒരു ടൈമിൽ പോലും അവർ മാരി ചെയ്യില്ല. കാരണം അത്രയും സ്ത്രീകൾ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് കാരണം വൺ ചൈൽഡ് പോളിസി വെച്ച സമയത്ത് കൂടുതൽ ആൺകുട്ടികളായിരുന്നു ജനിച്ചിരുന്നത്, പെൺകുട്ടികൾ കമ്മിയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ ജെൻഡർ ഇംബാലൻസ് നടക്കും. അതോടെ മാസീവ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഇംബാലൻസ് ആണ് നടക്കുന്നത്. മില്യൺ കണക്കിന് ആണ് അവിടുത്തെ ഇംബാലൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ചൈന പെട്ടെന്ന് 2015 തന്നെ വൺ ചൈൽഡ് പോളിസി നിർത്തിയത്. അതിനുശേഷം അവർ ഇപ്പോൾ ഉള്ളത് 2 ചൈൽഡ് പോളിസിയാണ്. ഇപ്പോൾ നമ്മൾ 1 ചൈൽഡ് പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ 2 കുട്ടികളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. 3 കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെനാൽറ്റി ആയിട്ടുള്ള ക്യാഷ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. 2 ചൈൽഡ് പോളിസി എന്ന് പറയുമ്പോൾ 2 ചൈൽഡിനും അവിടെയുള്ള ഗവൺമെൻറ് അംഗീകാരം, ഐ മീൻ അവരെ ഗവൺമെൻറ് ജോലികൾ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, ബാക്കിയുള്ളവർക്ക് കിട്ടില്ല, അതാണ്. പക്ഷേ എന്നാൽ കൂടി ഏകദേശം 2029 ആകുമ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ അത്യാവശ്യത്തിന് കൂടും, അവരുടെ പോപ്പുലേഷൻ വീണ്ടും കൂടാനായിട്ട് പോവാണ്. ഇതിനും ഈ ഒരു കണക്കിനെയും കൂടി നമ്മൾ മറികടന്നിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. ഇതിന് നമ്മൾ വേറൊരു കാര്യം കൂടി അറിയണം. മാരിക്ക ഇൻഹോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആള് ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്. അപ്പോൾ അവർ നടത്തിയ ഒരു പഠനത്തെ ബേസ് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. 7 of the world's top 15 fertility declines have occurred in Arab countries. അറബ് രാജ്യങ്ങളിലാണ് ലോകത്തിൽ 15, ഇപ്പോൾ ഒരു 15 ലോകത്തിലെ ഏറ്റവും ടോപ്പ് 15 രാജ്യങ്ങളെടുക്കാണ് ഫെർട്ടിലിറ്റി ഡിക്ലൈനിൽ നോക്കുന്ന ടൈമിൽ അതിൽ 7 എണ്ണം വരുന്നത് അറബ് രാജ്യങ്ങളിലാണ്. മോസ്റ്റ്ലി പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ടി വിയിലൊക്കെ, അറബ് രാജ്യങ്ങളിൽ കൂടുതൽ ആണ്, പക്ഷെ അത് അവരിപ്പോൾ കുറച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ഇതിൽ വരുന്നുണ്ട്. ഓൾഡ് ഏജ് കൂടും, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ കൂടിയ സ്ഥിതിക്ക് ഏജിങ് പ്രോബ്ലം നല്ല രീതിയിലുണ്ടാവും. ഓൾഡ് ഏജ് കൂടുകയും യങ് ഏജ് കുറയുകയും ചെയ്യും. ആ ടൈമിൽ എന്തുണ്ടാവും, നമുക്ക് യങ് വൺസ് ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഓൾഡ് ഏജ് ആയിരിക്കും. അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല ആ ഒരു ടൈമിൽ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് എന്നൊക്കെ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അവരെ സംബന്ധിച്ചുകൊണ്ട് ശരിക്കും അവർക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ചുകൊണ്ട് അവരെക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അവിടുത്തെ യൂത്ത്, അതുപോലെ തന്നെ അവിടെ സ്പെൻഡിങ്, സേവിങ്, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതിന് പറയുന്നത് പോപ്പുലേഷൻ പിരമിഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ സ്പെൻഡേഴ്സും ഏണേഴ്സും കൂടുതലായി കഴിഞ്ഞാൽ മാത്രമേ ഒരു രാജ്യത്തിന് എക്കണോമി ആയിട്ട്, അല്ലാതെ അവരുടെ പോപ്പുലേഷൻ ഏകദേശം നമുക്കൊരു സ്റ്റാഗ്നൻ്റ് ആണെന്ന് പറയാം എക്കണോമിക്കലി വൈസ്. ഇപ്പോൾ അമേരിക്കയുടെ TFR റേറ്റിംഗ് 1955 3.31 ആണെന്നുണ്ടെങ്കിൽ 2019 അവർ 1.70 ആക്കിയിട്ടുണ്ട്. നല്ലതാണ് 1.70, പക്ഷേ ഒരു കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2.21 ഉണ്ടെങ്കിൽ 2.1 ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി നല്ലതാണ്. പിന്നെ ഇവിടെ ചൈനയിൽ വീണ്ടും വേറൊരു പ്രശ്നമുണ്ട്. കാരണം വൺ ചൈൽഡ് പോളിസി ആവുന്ന സമയത്ത് ഇവരുടെ മെയിൻ പ്രോബ്ലം എന്ന് വെക്കുകയാണെങ്കിൽ അവർക്ക് ഒരാൾക്ക് അയാളുടെ പാരൻസ് ഉണ്ടാവും, അയാളുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. ഈ ഗ്രാൻഡ് പാരൻസിനെ നോക്കേണ്ടത് ഈ ഒരൊറ്റ കുട്ടിയാണ്. ഈ ഒരൊറ്റ കുട്ടിയുടെ ശമ്പളം കൊണ്ട് വേണം ഇവർ ഫുള്ള് കഴിയാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ ഒരു ഒറ്റ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചുകൊണ്ട് മാനസികമായിട്ട് പ്രശ്നമുണ്ടാവും, ബാക്കി കാര്യങ്ങളുണ്ടാവും. എസ്പെഷ്യലി അവിടുത്തെ ആർമി എന്ന് പറയുന്നത്, ചൈനീസ് ആർമി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പാരൻസ് എങ്ങനെ വില്ലിങ് ആയിരിക്കും അവരുടെ കുട്ടീനെ പറഞ്ഞയക്കാനായിട്ട്? ഇത് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് അവർ 2 ചൈൽഡ് പോളിസീസൊക്കെ എടുക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഒറ്റ കുട്ടിക്ക് പാരൻസ് ഉണ്ടാവും, ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരിക്കും. ആൻറ്റി ഉണ്ടാവില്ല, അങ്കിൾ ഉണ്ടാവില്ല, സിസ്റ്റർ ഉണ്ടാവില്ല, ബ്രദർ ഉണ്ടാവില്ല, അങ്ങനെ ഒരു റിലേറ്റീവ്സും ഉണ്ടാവില്ല.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ കുട്ടി തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടിരിക്കും. ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ജനസംഖ്യയെക്കുറിച്ചിട്ട് കേൾക്കുന്ന സമയത്ത് മിക്ക മലയാളികൾക്കും ഇതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. ഇത് ഒരു വലിയ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് നമുക്കങ്ങനെ പോപ്പുലേഷനൊന്നും കുറയ്ക്കാനൊന്നും പറ്റില്ല. പോപ്പുലേഷൻ ഇതേപോലെ വൺ ചൈൽഡ് പോളിസിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചൈനയെ പോലെ വളരെ വലിയ ഒരു ആപത്തിലേക്ക് നമ്മൾ പോവും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സ്റ്റാഗ്നൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ശരിക്കും എന്താണ് TFR റേറ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ളതൊക്കെ. ഇപ്പോൾ നമ്മൾ കാർബൺ എമിഷൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 ഒരു കണക്കാണ്. ഇന്ത്യൻ ഫാമിലി ഒരു 4 പേരുള്ള ഒരു ഇന്ത്യൻ കുടുംബം, അവർ ഏകദേശം ലെസ് ദാൻ 8 ടൺസ് കാർബൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഒരു അമേരിക്കയിലുള്ള ഒരു ഫാമിലിയാണ്, അതിലും 4 പേര് തന്നെയുള്ളൂ, അവർ അപ്രോക്സിമേറ്റ്ലി 70 ടണ്ണോളം കാർബൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് കാർബൺ എമിഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ബേസ്ഡ് അല്ല. അത് ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്പിംഗ് കൺട്രിയും അണ്ടർ ഡെവലപ്ഡ് കൺട്രിയും ആയിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ പ്രൊജക്റ്റ് ഡ്രോ ഡൗൺ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളൊന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്റേഴ്സ്, എയർ കൂളേഴ്സ്, ഇതൊക്കെ അധികം യൂസ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗ്ലോബൽ വാർമിംഗ് കൂടും. ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേണം, പക്ഷെ അത് ഓവറാകുന്ന ടൈമിലാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. അതാണ് ഇപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ശരിക്കും. കാരണം ഗ്ലോബൽ വാർമിംഗ് ഒന്നും ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ ഇതേപോലത്തെ കുറേ ഇഷ്യൂസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും പോപ്പുലേഷനെ നമ്മൾ ഒരു ഒറ്റ നാരോ ഡൗൺ ചെയ്ത് കാണാനായിട്ട് പാടില്ല. പല റൂട്ട്സ് ആൻഡ് കോസസ് ഉണ്ട് ഇതിന്. നമ്മൾ പറയുന്നത് എന്നൊക്കെയാണ് ക്യാരിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, ഏകദേശം ഫുഡ്, വാട്ടർ, ബാക്കി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അയാൾക്ക് സസ്റ്റെയിൻ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. റിസോഴ്സസ് ബൈ പോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വിഷയമല്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അഭിരാം വീണ്ടും പറയുന്നതായിരിക്കും. അഖില് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യത്തിനോട് ഒഴികെ, അഖില് പറഞ്ഞാൽ ശരിയാണ്. നമുക്കിപ്പോ ചൈന ചെയ്യുന്ന പോലെ വൺ ചൈൽഡ് പോളിസി ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ വരും. അത് ശരിയാ. ഒരു ഗ്രാൻഡ് പാരന്റെയും ഗ്രാൻഡ് മദറിനെയും ഫാദറിനെയും ഒക്കെ, അച്ഛനെ അമ്മേനെയും മുത്തച്ഛനെയും മുത്തശ്ശീനെയൊക്കെ ഒരാൾ നോക്കാം. അത് ശരിയാണ്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പിന്നെ അഖില് പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ ഒരു ഫുൾ ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ ജനിക്കുന്ന ഒരു കുട്ടിയോട് മെജോറിറ്റി ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളുണ്ടാവില്ല. അതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ മൂന്നാമത്തെ ഒരു കാര്യം അഖില് പറഞ്ഞത് എനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. എല്ലായിടത്തും അങ്ങനെയൊന്നല്ല. നമുക്ക് കസിൻസ് ഒന്നും ഉണ്ടാവില്ല, സിബ്ലിങ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ഒരു ആവശ്യം വന്നാൽ തിരിഞ്ഞു നോക്കാത്ത കസിൻസ് എന്തിനാണെന്നാണ് എനിക്കറിയാം. നമ്മളെ എപ്പോഴും അകറ്റി നിർത്തുന്ന കസിൻസ്, ചിലപ്പോൾ നമ്മുടെ അപ്പിയറൻസ് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന കസിൻസ്, അങ്ങനത്തെ കസിൻസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു കാര്യത്തിന് മാത്രമേ എനിക്ക് അഖിലിനോട് എതിർപ്പ് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള അഖിൽ പറഞ്ഞ ഒക്കെ ശരിയാണ്. ഒരു ഗ്രാൻഡ് മദറിനെ, ഗ്രാൻഡ് ഫാദറിനെ, മദറിനെ, അച്ഛനെ, അമ്മേനെ, മുത്തശ്ശിനെ ഒക്കെ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, ജനിക്കുന്ന ഒരു കുട്ടി ആണോ പെണ്ണോ, ജനിക്കുന്ന ഒന്ന് ആണാണെങ്കിൽ ബാക്കി കഴിയാൻ പെൺകുട്ടികളുണ്ടായിട്ടില്ല. അപ്പോൾ വൺ ചൈൽഡ് പോളിസി എടുത്ത് ജനിക്കുന്ന പകുതി മുക്കാലും പെണ്ണുങ്ങളാണെങ്കിൽ അപ്പോഴും പെട്ടു. ഒരു കല്യാണം കഴിക്കാൻ ആൺകുട്ടികളുണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷെ നമുക്കൊരു കൂട്ടുണ്ടാവില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് എനിക്ക് ചെറിയൊരു ഒരു യോജിപ്പുണ്ട്, ചെറുതായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും അങ്ങനെയാണെന്നല്ല. ഇപ്പൊ കസിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷെ നമുക്കിപ്പോ ഒരു അപകടം പറ്റി വരാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോ അഖിൽ തന്നെ ഇപ്പൊ വണ്ടി ഓടിക്കുകയാണ്. അപ്പോ നിനക്ക് ഇപ്പൊ വണ്ടി ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഒരിക്കലും എന്റെ കസിൻസ് എന്നെ ബിന്ദു വന്നിരുന്നു പറയില്ല, നീ ധൈര്യമായിട്ട് ഓടിച്ചോ, ഞാൻ ബില്ലുണ്ട്. അതൊരു ഫ്രണ്ട് മാത്രമേ പറയുള്ളൂ. അച്ഛനും അമ്മയും പോലും പറയില്ല. അവർക്ക് പോലും ധൈര്യം ഉണ്ടാവില്ല. അവര് പറയും എന്റെ കൈയും കാലും ഓടിച്ചിട്ടുണ്ടാ പറയും. ഒരു ഫ്രണ്ട് മാത്രമേ പറയുള്ളൂ, എടാ നീ നമ്മുടെ പിന്നിൽ കയറിയിരിക്കും, എന്നിട്ട് പറയുള്ളൂ എടാ നീ ഓടിച്ചോ, ഒന്നും പറ്റില്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് ഒരു ഫ്രണ്ട് മാത്രമേ പറയൂ. ഈ എല്ലാ കസിൻസിനെയും കുറിച്ച്, ഫ്രണ്ട്സിനെ പോലെ കസിൻസും ഉണ്ട്, അതല്ല പറഞ്ഞ്. പല സ്ഥലത്തും ഈ കസിൻസ് നമുക്ക് കാണാം, ടിവിയിലൊക്കെ കാണാം, വിശ്വസിച്ച കസിൻ കുടുക്കി, അങ്ങനെ പലരും ആത്മഹത്യ ചെയ്തു, അങ്ങനെ പല ന്യൂസും നമുക്ക് കാണാം. ഫ്രണ്ട്സും ചതിക്കുന്നവരുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രീഡം ആണ്. നമുക്ക് എന്തും പറയാമെന്ന്, എന്തും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് പറയാനൊരു മടിയൊന്നും ഉണ്ടാവില്ല. അപ്പോ ഈ കസിൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കസിൻസ് ഇല്ലെങ്കിലും നല്ല ഫ്രണ്ട്സ് ഉണ്ടായാൽ മതി. എനിക്കിപ്പോ അഖിലിനെപ്പോലെ നല്ല ഫ്രണ്ട് ഉള്ളപ്പോ എനിക്ക് അങ്ങനെ വേറെ ആരെയും മിസ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്കിപ്പോ കസിൻസ് മൈൻഡ് ചെയ്തില്ലെങ്കിലും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കിപ്പോ കസിനാണോ ഫ്രണ്ടാണോ നമുക്ക് തുറന്നു പറയാൻ ഒരാൾ മതി.
അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അഖിലിനെ വിളിച്ചാൽ എനിക്ക് സൊല്യൂഷൻ കിട്ടുമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊരു കസിൻ്റെ ആവശ്യമില്ല. അഖിലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അഖിലിനെ എന്നെ വിളിച്ചാൽ മതിയെങ്കിൽ അഖിലിന് പ്രത്യേകിച്ചൊരു കസിൻ്റെ ആവശ്യമില്ല. നമുക്ക് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഫുൾ ടൈം നമ്മുടെ കൂടെ കസിൻസ് ഉണ്ടാവില്ല. എത്ര ചങ്ക് കസിൻ ആണെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ കസിൻ്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മളെ വഴിക്കും പോകും. ജോലി സ്ഥലത്തുള്ള അപ്പുള്ള ഫ്രണ്ട്സാണ് നമ്മുടെ മെന്റൽ പ്രഷറും ഒക്കെ നമ്മളെ മറികടക്കാൻ സഹായിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചു കാലം അഖില് പറഞ്ഞ ഒരു 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 തരത്തില് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു +2 വരെ, +2 വരെ മാക്സിമം പോയി കോളേജ് വരെ, അതിന് മാക്സിമം പോയി PG വരെ കസിൻസ് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും. അതുവരെ കസിൻ, അത് കഴിഞ്ഞ പിന്നെ കസിൻസ് എങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായാലും മതി, കസിൻസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു എതിർപ്പുള്ളൂ. ഫ്രണ്ട്സ് ഉണ്ടായാലും മതി, കസിൻസ് തന്നെ വേണമെന്ന് വലിയ നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ നല്ലത്, നല്ല കസിൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ മോശമൊന്നുമില്ല, നല്ല കസിൻസ് ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഫ്രണ്ട്സാണ് നമുക്ക് കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് പോവാണ്, ചിലപ്പോ നമ്മുടെ ഫ്രണ്ട് ചിലപ്പോ നമ്മളെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട് ചിലപ്പോ നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ ഞാനും അഖിലും തന്നെ 2 വർഷമായി കണ്ടിട്ട്. രണ്ട് വർഷമായി. ഇപ്പൊ ഞങ്ങളുടെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് അഖിൽ എന്റെ വീട്ടിലേക്ക് വന്നു, ഫാമിലി കൊണ്ട് വന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു വെബ് സീരീസ് കാണിയിരുന്നു, അപ്പോഴാണ് അവൻ വന്നത്. എന്നിട്ട് അവനെ ഞാൻ കുറെ കളിയാക്കി, അവൻ തിരിച്ച് കളിയാക്കി. അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഏതൊരു വീഡിയോ കോളിൽ ഇട്ടേ കണ്ടിട്ടുള്ളൂ, പിന്നെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആ ഒരു റിലേഷൻ ഇന്നെ വരെ പോയിട്ടില്ല. ഞങ്ങള് എന്ത് പറയണെങ്കിലും അഖിൽ എന്നെ മുഖത്ത് നോക്കി പറയും. എനിക്ക് വിഷമാവൊന്നും അവൻ നോക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഞാനും അങ്ങനെ തന്നെ, എന്ത് പറയണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി പറയും. അവന് വിഷമാവൊന്നും നോക്കില്ല. കാരണം അവനറിയാം ഞാൻ അങ്ങനെയാണ്, എനിക്കറിയാം അവൻ അങ്ങനെയാണ്. അതേപോലത്തെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായാൽ മതി, ആത്മാർത്ഥമായിട്ട് ഫ്രണ്ട്സ് ഉണ്ടായാൽ മതി. അങ്ങനത്തെ ഫ്രണ്ട്സ് ഇപ്പോ എനിക്കിപ്പോ ഞാനിപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്റെ പല റിലേറ്റീവ്സും എന്നെ വിളിക്കാറ് പോലും ഇല്ല. പക്ഷെ ഈ പറയുന്ന അഖില് രാവിലെ എന്നും വിളിക്കും, വൈകുന്നേരം ഒക്കെ വിളിക്കും. പിന്നെ വേറെ ഫ്രണ്ട് ഉണ്ട് അഭിഷേക്, അവനും എന്തായാലും എന്നും മെസ്സേജ് അയക്കും. ഡ്രസ്സിങ് കഴിഞ്ഞ് ചോദിച്ചിട്ട്, മുറിവിന്റെ ഡ്രസ്സിങ്. അങ്ങനെ നമുക്കൊരു ഫ്രണ്ട്സ് മതി. അല്ല, ധാരാളമാണ് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. കസിൻസ് ഉണ്ടെങ്കിൽ നല്ലത്, മോശം എന്നല്ല പറയുന്നത്. കസിൻസ് ഉണ്ടെങ്കിലും നല്ലത്, പക്ഷെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടായാലും മതി. ഇപ്പൊ എനിക്കിങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അത് മതി എന്നാണ് എനിക്ക് ഇപ്പൊ ഫ്രണ്ട്സ് നമുക്കിപ്പോ ഇപ്പൊ ഞാൻ ജോലിക്ക് പോയി, എനിക്ക് അവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പെട്ടു. എനിക്ക് എന്റെ നാട്ടില് കസിൻസ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് എന്റെ നാട്ടിലാണുള്ളത്, അല്ലെങ്കിൽ അവര് വേറെ എവിടെയെങ്കിലും ഉണ്ട്. കസിൻസ് അവര് അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഓടിയില്ല, നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സ് മാത്രമേ നമുക്ക് ഉണ്ടാവും. അപ്പോ ഫ്രണ്ട്സ് ഉണ്ടാവുന്നൊരു, കസിൻസ് ഉണ്ടാവാത്തൊരു പോരായ്മയല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്, നമ്മളെ ഹോൾ ഫാമിലിയെ നമ്മൾ നോക്കേണ്ടി വരും. മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, എല്ലാവരും നമ്മൾ നോക്കേണ്ടി വരും. മുത്തശ്ശന്റെ അച്ഛൻ ഉണ്ടെങ്കിൽ അവര് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും അവരൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അഖില് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഒരു കുട്ടി മറ്റേ കല്യാണം കഴിക്കാൻ ഇപ്പൊ ഒരു ജെൻഡറിലെ മാത്രമാണ് ഡോമിനേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ക്രമാതീതമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറ്റേ ആൾക്ക് കല്യാണം കഴിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ആണായാലും ഇപ്പൊ ആണുങ്ങൾ കൂടുതലായി പെണ്ണുങ്ങൾ കുറവാകും. ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, പെണ്ണുങ്ങൾ കൂടുതലായി ആണുങ്ങൾ കുറവാകും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആണുങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ അഖിലിന് എന്താ പറയുള്ളൂ. ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് കസിൻസിൻ്റെ, അത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡാറ്റാസ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, പഠനങ്ങൾ നടത്തിക്കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവർക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകും, കാരണം അവർ ഒറ്റപ്പെട്ട പോലെയായിട്ട് തോന്നുന്നുള്ളൊരു റിപ്പോർട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. എനിവേ, നമുക്ക് ടോപ്പിക്കിൽ തന്നെ വരാം. ഇപ്പോൾ ക്യാരിങ് കപ്പാസിറ്റി ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒക്കെയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എത്ര പോപ്പുലേഷൻ ആവാം എന്നുള്ളതിനൊരു വലിയ കണക്കൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പല ഡാറ്റാസും കിട്ടും, പക്ഷെ അത് കറക്റ്റ് അല്ല. കാരണം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ 4 ബില്യൺ മാത്രമാണ് പീപ്പിള് പറ്റുള്ളൂ എന്ന് ഒരു ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ 7 ബില്യൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും മാറ്റം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല, ഇത്ര പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്തിന്റെ കപ്പാസിറ്റി പോകുന്നു. എർത്തിന് അങ്ങനെ കപ്പാസിറ്റി ഒന്നും നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ എന്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ റിസോഴ്സസ്, എസ്പെഷ്യലി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കൽ റിസോഴ്സസും മറ്റ് ബാക്കിയുള്ള നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസും അനുസരിച്ചിട്ട് ആണ് നമുക്ക് പോപ്പുലേഷൻ്റെ കാര്യം തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്നൊരു ഹൈലി ഡ്രോപ്പ് ഒന്നും പോപ്പുലേഷനിൽ പ്രതീക്ഷിക്കരുത്. കാരണം പ്രതീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലേക്ക് മാറും, ചൈനയെ പോലെ. കാരണം നമുക്ക് പെട്ടെന്ന് പോപ്പുലേഷനൊന്നും അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് വരില്ല, പതുക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ TFR കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ TFR കുറച്ച് വരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഉള്ള ഒരു പോം വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു കാര്യമാണ് അബോർഷൻ. പല ആൾക്കാരും അബോർഷന് എതിരാണ്. അപ്പോൾ അത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും ഒന്ന് മാറ്റേണ്ടതാണ്. കാരണം അവരാണ് പാരൻസ്, എസ്പെഷ്യലി വിമൻ, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണത്, അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിന് നമ്മൾ അത് വിട്ടുകൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ പോപ്പുലേഷന് പ്രശ്നമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസോഴ്സസ് അനുസരിച്ചിട്ടും അവിടുത്തെ ബാക്കി, എസ്പെഷ്യലി വാട്ടർ റിസോഴ്സസ്, ഇപ്പോൾ പോപ്പുലേഷൻ
കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു മെയിൻ പ്രോബ്ലമാണ് ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ഭൂമിയിൽ മൊത്തത്തിൽ. ഈ ഒരു ടൈമിൽ കൂടുതൽ ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വെള്ളം വേണം. എങ്ങനെ എടുക്കും ഇത്രയും വെള്ളം? പിന്നെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് നമുക്ക് സീ വാട്ടറിൽ നിന്ന് അത് സീ വാട്ടർ ഡിസ്റ്റിൽ ചെയ്തതിന് ശേഷം ആ ഫ്രഷ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിനും പ്രശ്നമാണ്, കാരണം അതിന് നല്ല റിസോഴ്സസ് വേണം, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊല്യൂഷൻ അല്ലേ, പൊല്യൂഷൻ എന്നുള്ളതും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷൻ കൂടുന്തോറും. എസ്പെഷ്യലി റൂറൽ ഏരിയയിലൊക്കെ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമുക്കത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാ റിവർ ഒന്ന് നോക്കിയാൽ മതി. റിസോഴ്സസ്, നമ്മുടെ മെയിൻ റിസോഴ്സസ് ഡിപ്ലീഷൻ ആവും. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം നല്ല രീതിയിൽ താഴത്തേക്ക് കമ്മിയാവും. പിന്നെ ഗ്ലോബൽ വാർമിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ് അത്. ഓക്കെ, അത് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതോറും നമ്മൾ കാർബൺ എമിഷനൊക്കെ കൂട്ടുകയാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നമുക്കൊരു 3 കാര്യങ്ങൾ എടുക്കാം പോപ്പുലേഷനെ എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ബർത്ത് റേറ്റ്, രണ്ടാമത്തെ ഡെത്ത് റേറ്റ്, 3 മൈഗ്രേഷൻ എന്നുള്ളതാണ്. മൈഗ്രേഷനിൽ തന്നെ ഇമിഗ്രേഷനും എമിഗ്രേഷനും വരുന്നുണ്ട്. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്നോ താമസം മാറുന്നതിനാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. എമിഗ്രേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്നോ കൺട്രിയിലേക്കോ നമ്മൾ മൂവ് ആവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുക, തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് അങ്ങനെ പോകുന്ന ഒരു മൈഗ്രേഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റ് രാജ്യങ്ങൾക്ക് പോകുന്നതും ഉണ്ട്. ഓക്കെ, അതും ഒരു രാജ്യത്തിന് പോപ്പുലേഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് yourarticlelibrary.com നിന്ന് നിങ്ങൾക്ക് ഈ ഇന്ത്യയുടെ മൈഗ്രേഷനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ censusinIndia.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകുമ്പോഴും നമ്മുടെ സെൻസസ് അനുസരിച്ചിട്ടുള്ള കുറച്ച് കണക്കുകൾ കിട്ടും. അതിൽ മൈഗ്രേഷനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് മാരേജ് ആയിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതും ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ആവുന്നത് വിമൻസ് ആണ്. ഇത് ഏകദേശം 56.1% മൂവ് ചെയ്തിട്ടുണ്ട്. അത് 1991 ഒരു പ്രകാരമാട്ടോ, കണക്ക് പ്രകാരമാണ്. എംപ്ലോയ്മെന്റിനും റൂറലിൽ നിന്ന് അർബണിലേക്ക് പോയിട്ടുണ്ട്. 8.8% മൈഗ്രേറ്റ് ചെയ്തത്. 1991 കണക്കാണത്. പിന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലാക്ക് ഓഫ് സെക്യൂരിറ്റി, എസ്പെഷ്യലി നമുക്ക് ഇപ്പോഴത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ, അവിടെ ഒക്കെ ആൾക്കാർ സെക്യൂരിറ്റി കാരണം കൊണ്ട് തന്നെ ആസം അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ലാക്ക് ഓഫ് സെക്യൂരിറ്റി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി റീസൺസ് ഒക്കെ ഇതൊക്കെ ഇന്റേണൽ ആയിട്ടാണ് ഉള്ളത് കൊണ്ട് രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്തായിട്ട് ഓരോ ലൊക്കേഷൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സ് വൈസ് യൂണിയൻ ടെറിട്ടറി വൈസസ് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ അർബണിൽ ഏകദേശം 35% ഉള്ള എന്നുണ്ടെങ്കിൽ കൂടി ബാക്കി ഏറ്റവും കൂടുതൽ റൂറലാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഡൽഹിയിലൊക്കെ പൊല്യൂഷൻ കൂടുന്നതിന്റെ മെയിൻ റീസൺ, കാരണം ഡൽഹിയൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ എന്തായാലും കൂടും. നമ്മുടെ സിറ്റീസിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രണ്ടാമത്തെ സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത്. ഫസ്റ്റ് മുംബൈ ആണ്. ഇവിടുത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഡൽഹിക്ക് വേണ്ടിയിട്ട് എത്ര പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്, അതൊന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കോവിഡ് ക്വാറന്റീൻ ആ ഒരു ടൈമിൽ നമ്മുടെ ലോക്ക്ഡൌണിന്റെ ടൈമിലാണ് അവിടെ ഒന്ന് കമ്മിയായിട്ടുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആണ്. അതൊരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ മൊത്തം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ജനസംഖ്യയെ കറക്റ്റാക്കുന്നുണ്ട്, നമ്മളായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുക്കണ്ട എന്നുള്ളത്. അത് തികച്ചും തെറ്റാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങൾ അഖിൽ എന്താണ് ഒന്ന് ഞാൻ ഇന്റർഫിയർ ചെയ്തോട്ടെ. ഓക്കെ ആ പറയുന്നവനാണ് ദുരന്തം. എന്താ യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ പലതും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് പല സുനാമീസും നമുക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എർത്തിക്കൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ കണ്ടെത്താനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അഥവാ വല്ല ഫ്ലഡോ അല്ലാന്നുണ്ടെങ്കിൽ എർത്തിക്കൊക്കെ എന്താ ഉണ്ടെങ്കിൽ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു പോളിസി ഉണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അതിന്റെ നമുക്ക് അതിനായിട്ടുള്ള ഒരു ശേഷിപ്പ് ഉണ്ട്. അത് നമ്മുടെ കേരള ഫ്ലഡിന്റെ ആ ടൈമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യും, പ്രകൃതി കൺട്രോൾ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് നിന്നിട്ട് ഒരു കാര്യവുമല്ല. അതൊക്കെ തികച്ചും മണ്ടത്തരം മാത്രമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കാൻ പോലും പാടില്ല. ഇപ്പോൾ ചൈനയുടെ വീണ്ടും ഞാൻ ചൈനയ്ക്ക് വരികയാണ്. ചൈനയിൽ പറയുന്നൊരു കാര്യമുണ്ട്, 2050 കൂടി ചൈനയിൽ ഉണ്ടാകുന്നത് റിട്ടയർഡ് പീപ്പിൾ ആണ്. ബാക്കി ഏത് രാജ്യത്തെ നോക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ചൈനയിൽ റിട്ടയർഡ് പീപ്പിൾ ആയിരിക്കും കൂടുതൽ. അങ്ങനെ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എക്കണോമി ആയിട്ട് എന്തായാലും അവർ തകരാനുള്ള ചാൻസസ് ഉണ്ട്. ചൈന പിന്നെ കുറച്ചും കൂടി എക്കണോമി ആവുകൊണ്ട് വലിയ വിഷയമല്ല. അതേ സമയത്ത് ഇന്ത്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പെടും. കാരണം റിട്ടയർഡ് പീപ്പിൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം സ്പെൻഡേഴ്സും ഏണേഴ്സും ആയിരിക്കണം കൂടുതൽ. ഗവൺമെന്റിന് ടാക്സ് പോകണം, എന്നാൽ മാത്രമാണ് ഗവൺമെന്റിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കണം നമ്മൾ. TFRHനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം, ഡെൻസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കണം, പെർ ക്യാപിറ്റ ഇൻകം, ഗ്ലോബൽ വാർമിംഗ്, ഫ്രഷ് വാട്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പം
മറ്റൊരു സ്റ്റഡിയും കൂടിയുണ്ട്. എന്ന് വെക്കുകയാണെങ്കിൽ ഏകദേശം 0.75 കിലോഗ്രാമാണ് നമ്മൾ ഗാർബേജ് ഒരു മനുഷ്യൻ ഒറ്റ മനുഷ്യൻ്റെ കാര്യം പറയുകയാണ്. ഏകദേശം 0.75 കിലോഗ്രാം ഗാർബേജാണ് നമ്മൾ എവറി ഡേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയോക്ക്, ഏകദേശം ഒരു 75 ബില്യൺ പീപ്പിൾ എത്രയായിരിക്കും കൺസ്യൂം ചെയ്യുക എന്നുള്ളത്. ഏകദേശം 125 ബില്യൺ അത്രത്തോളം 25 ബില്യൺ കിലോഗ്രാമോളം ഗാർബേജസ് ആണ് പെർ ഡേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം. നിങ്ങൾക്ക് അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് കൂടുതൽ പേരും ഇന്റർനെറ്റിനായിട്ട് ആശ്രയിക്കുന്നത് ഇപ്പോൾ ഒരു സിം അല്ലാതെ വേണ്ട ഇന്റർനെറ്റ് ആശ്രയിക്കുകയാണെന്ന് വിചാരിക്കുക. അടുത്ത സ്പീഡ് കുറയുന്നത് കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അനുഭവപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അതേപോലെ തന്നെയാണ് നമ്മുടെ റിസോഴ്സസ് എല്ലാം കമ്മിയായിക്കൊണ്ടിരിക്കും. ഒരു ഇന്റർനെറ്റ് ആവുന്നതുകൊണ്ട് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി കൺസംഷൻ ഇപ്പോൾ വാർത്തകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എനർജിയുടെ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ വേൾഡിനെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ മുഗൾ റൂൾ സമയത്ത്, ഇന്ത്യയിൽ മുഗൾ റൂൾ സമയത്ത് പോപ്പുലേഷൻസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് അവർ വിചാരിച്ചിരുന്നത് നമുക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കൂടുതൽ ഫുഡ് കിട്ടും എന്നുള്ളതാണ്. ഇതേ സാധനങ്ങൾ റോമൻ എംപയറേഴ്സും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിചാരിച്ചു അവരുടെ ആർമിക്ക് നല്ല സ്ട്രെങ്തൻ കൊടുക്കാം, അവർക്ക് കൂടുതലായിട്ട് രാജ്യങ്ങളിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സെക്യൂരിറ്റി കൂട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തെ സമയത്തുകൊണ്ട് വലിയ വിഷയമല്ല. പക്ഷെ അന്നും ചെറിയ വിഷയമാണെന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് അത് വളരെ വലിയ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഓവർ പോപ്പുലേഷൻ കാരണം പോവർട്ടിയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, കാരണം അൺഎംപ്ലോയ്മെന്റ് റേറ്റുകൾ കൂടി വരികയാണ്. ഇനി ബാക്കി അഭിരാമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യെസ് യു ക്യാൻ. അഖിൽ, നമ്മള് ടച്ച് ചെയ്യാതെ പോയൊരു ഏരിയ ഉണ്ട്. സത്യം പറഞ്ഞ അഖിലാണ് എനിക്ക് അതിനെ പറ്റി പറഞ്ഞു തന്നത്. എനിക്ക് അതിനെപ്പറ്റി ഓർമ്മയുണ്ടോ? ഏതാണ്? അഖിലാണ് എനിക്ക് അതിനെപ്പറ്റി ഇന്നലെ മിഞ്ഞാന്നോ നമ്മള് ഫോൺ വിളിച്ചപ്പോ എനിക്ക് അഖിലാണ് പറഞ്ഞു തന്നത്. ഈ റിലീജിയൻസ് അവര് ഡെഫിനറ്റ്ലി. മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അഖിലാണ് പറഞ്ഞു തന്നത്. അതെ എനിക്ക് അതെ, അതിനെപ്പറ്റി അതിന്റെ അധികം ഡാറ്റാസ് ഞാൻ അറിയില്ല. എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. പറഞ്ഞു. അഖില് പറഞ്ഞോളൂ. അഖിൽ എടുത്ത് വെച്ചല്ലേ പറഞ്ഞു. എനിക്ക് അതിന്റെ ഡാറ്റാസ് എന്റെ കയ്യിലില്ല. അഖിലിനെ ഓർമ്മിച്ചാ ഞാൻ. ഓക്കെ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനെ കുറിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ് റിലീജിയസ് പീപ്പിള്. അവർക്ക് എന്താ പ്രശ്നം എന്ന് അറിഞ്ഞൂടെ. കാരണം അവരെ സംബന്ധിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ, പോപ്പുലേഷൻ കൂടുന്നവരും. കാരണം ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഒരു വീട്ടിൽ ഒരു 7 കുട്ടികളുണ്ട്. 1 കുട്ടി, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി, ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കൂടുതൽ കുട്ടികളാകുമ്പോൾ ഇവർക്കുള്ള റിസോഴ്സസ് ഇവരെ നോക്കാനും പഠിപ്പിക്കാനൊന്നും ഈ മാതാപിതാക്കൾക്ക് പറ്റില്ല. അത്രയും സാമ്പത്തികമായിട്ടും അവർക്ക് മാനസികമായിട്ടൊന്നും അത്ര പറ്റില്ല. ഈ ഒരു സമയത്താണ് ഈ റിലീജിയൻ ശരിക്കും എന്താ പറയുക അവർ കളിക്കുക. കാരണം അവരെ സംബന്ധിച്ചുകൊണ്ട് ഇത്രയും പേരെ അവർക്ക് അവരുടെ വിശ്വാസത്തിലേക്ക് കൂട്ടി വരാനായിട്ട് സാധിക്കും. ഇതിനിടയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. കുട്ടികളെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്, അങ്ങനെയാണ്, ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതൊക്കെ. അതൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3.34 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, അത് മറ്റ് രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ കാര്യം കേട്ടോ. കേരളവും മറ്റ് രാജ്യങ്ങളും നോക്കുമ്പോൾ കേരളത്തിൽ കൂടുതലാണ്. പക്ഷെ നമ്മുടെ TFR ഏറെക്കുറെ സെയിം ആവുന്നതുകൊണ്ട് നമുക്ക് വലിയ വിഷയമല്ല. 2011 സെൻസസ് ആട്ടോ ഞാൻ പറയുന്നത്. അതിൽ ഏകദേശം നമ്മുടെ റിലീജിയൻ ഹിന്ദുസ് വരുന്നത് 54.72%, മുസ്ലിംസ് വരുന്നത് 26.5%, ക്രിസ്ത്യൻസ് വരുന്നത് 18.38% ആണ് വരുന്നത്. ഇവരുടെ TFR റേറ്റ് നോക്കുകയാണെങ്കിൽ 1.5, 2.35, 1.71 ഒക്കെയാണ് TFR. അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങളിത് കൂട്ടാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ വീണ്ടും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 10 അല്ലെങ്കിൽ ഒരു 4 കുട്ടികളൊക്കെ ഉണ്ടാവാനാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊരു സൊസൈറ്റിയുടെ ഇഷ്യൂ. പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു അമ്മയെ സംബന്ധിച്ചുകൊണ്ട് മാനസികമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതെന്താണെന്ന് വെക്കുകയാണെങ്കിൽ അവർ അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുകളിലായിരിക്കും ആ ഒരു ടൈമിൽ കിടക്കുന്നത്. ഒരു 4 കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് നിങ്ങൾക്ക് ആലോചിക്കണം. സൈക്കോളജിക്കലി അത് പ്രശ്നമാണ്, എക്കണോമിക്കലി അത് പ്രശ്നമാണ്, നമ്മുടെ ഹോൾ വേൾഡിന് അത് പ്രശ്നമാണ്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അഭിരാമ കുറച്ച് ആഡ് ചെയ്യാം. അഖില് പറഞ്ഞത് വളരെ ശരിയാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് നമ്മള് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് വേറൊരു പോഡ്കാസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ അതൊക്കെ സംഭവിക്കും. അപ്പോ നമ്മള് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, ജനിച്ച കുട്ടിയെ ഒരു കാരണവുമില്ലാതെ അമ്മ നിലത്ത് വീഴ്ത്തി കൊന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണു, അല്ലെങ്കിൽ അമ്മ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും അമ്മ വേണം വെച്ചിട്ട് ചെയ്യുന്നതല്ല. ഈ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ പറയാം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അമ്മ പോലും അറിയാതെ ഉണ്ടാവുന്നതാണ്. അമ്മ വേണം വെച്ച് ചെയ്യുന്നതല്ല. അപ്പൊ അതിന്റെ വല്ല സിംറ്റംസ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിന്റെ വല്ല സിംറ്റംസും കാണിക്കുന്ന അമ്മമാരുടെ അടുത്തുനിന്നും കഴിവതും കുട്ടികളെ ഒഴിവാക്കാൻ, മാറ്റി നിർത്താൻ നോക്കുക. കഴിവതും അങ്ങനെ കാണിക്കുന്ന അമ്മമാരുടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാരുടെ കുറ്റമാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ല, അതിന് അവർക്ക് ഉണ്ടാവുന്നതാണ്. എന്താണെന്ന് വെക്കുകയാണെങ്കിൽ
അത് അവർക്ക് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടും അവരെ മാനസികമായിട്ട് ഉണ്ടാകുന്ന അവർക്ക് സംഘർഷം ഉള്ളത് കൊണ്ടുമാണ്. നേരാവണ ഒരു ഫാമിലിയിൽ അവരെ ടേക്ക് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ. അതെ, അഖില് പറഞ്ഞ പോലെ. അപ്പോ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യുന്ന നമ്മൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും, അതിന്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുട്ടികളെ മാക്സിമം അകറ്റി നിർത്താൻ നോക്കുക. കുറച്ച് കഴിയുമ്പോൾ അവര് ഒരു മാക്സിമം ഒരു കൊല്ലമൊക്കെ തന്നെ ഇത് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് പോകും. പിന്നെ അവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഈ ഒരു പ്രശ്നമുള്ളവരെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഇന്റർവ്യൂ കേട്ടപ്പോൾ ഒരു സ്ത്രീ തന്നെയാണ് പറയുന്നത്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് അതുപോലത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരെ നമ്മൾ ഒരിക്കലും ജോലിക്ക് വിടാതിരിക്കരുത്. അപ്പോൾ അവർക്ക് മീ ടൈം എന്നൊരു സംഭവമുണ്ട്. മീ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു സമയം. മീ ടൈം കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചില അമ്മമാർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റം മാറും. മീ ടൈം നമുക്ക് എല്ലാവർക്കും വേണം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും, കുട്ടികൾക്കടക്കം വേണം. കാരണം കുട്ടികളുടെ മീ ടൈം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള സമയമാണ്, എൻജോയ്മെന്റ്. കളിയാകാം, ഇപ്പോൾ സിനിമ, ചിലപ്പോൾ ഓരോ ഹോബീസ് ആകും. സിനിമ കാണാൻ, ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഷട്ടില്, ടെന്നീസ്, ഹോക്കി, അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ്. അവരുടെ ഒരു മീ ടൈം. ബുക്ക് വായിക്കുക, ബുക്ക് എഴുതുക, പാട്ട് എഴുതുക, കഥ എഴുതുക, പിന്നെ ചിത്രം വരയ്ക്കുക, പെയിന്റ് അടിക്കുക, ക്രയോൺസും കൊണ്ട് കളർ അടിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും. അങ്ങനെ പസിൽസ് സോൾവ് ചെയ്യുക. അവരുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ അവര് ചെയ്യാൻ സമ്മതിക്കുക. ദിവസം ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മീ ടൈം കൊടുക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് പോലെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ച് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർക്ക് നമ്മളൊരു മീ ടൈം എന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ വളരെ വേഴ്സ് ആവും. ഒരു ലേഡി പറയുന്നത് തന്നെ ഞാൻ കേട്ടുള്ളൂ, ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നത്, അവരെ തിരിച്ചറിഞ്ഞു. അവർക്ക് മനസ്സിലായി അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ മീ ടൈം കൊടുക്കാൻ തുടങ്ങി. കാരണം അവർ പറയുന്നത്, എനിക്ക് എന്റെ കുട്ടിയോട് ഹാർഷായിട്ട് പെരുമാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പെരുമാറാൻ തോന്നുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്റെ മീ ടൈം കുറഞ്ഞു, ഞാൻ അന്ന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവര് സ്വയം തനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ആരാണെങ്കിലും അവരുടെ കുറ്റമായിട്ടല്ല പറയുന്നത്, അവരവരുടെ ദേഷ്യം മൊത്തം ഈ കുട്ടിയുടെ മേലെ കാണിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അനാവശ്യമായിട്ട് തല്ലാം. ചിലപ്പോൾ ഓരോ കിട്ടുന്ന തല്ലും നമ്മളെ ന്യൂറോൺസ് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ അമ്മ പറയുന്ന ഓരോ വാക്കുകളും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഓരോ പറയുന്ന വാക്കുകളും നമ്മൾ വിചാരിക്കും നമ്മൾ മറന്നു പോകുന്ന. പക്ഷെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് വെറുതെ ഇരിക്കുന്നതല്ല. നമ്മുടെ ന്യൂറോൺസ് പലതും നമ്മൾ മറന്നു പോകുന്ന പലതും ഓർത്ത് വെക്കുന്നുണ്ട് ന്യൂറോൺസ്. അപ്പോ ന്യൂറോൺസിന് ഇതൊക്കെ ഒരു ഫീലിംഗ് ആയിട്ടാണ് അവർക്ക് കിട്ടുന്നത്, ഓരോരോ അനുഭവങ്ങളായിട്ട്. അപ്പൊ അതൊരു മറക്കുന്നില്ല. അപ്പൊ ചെറുതാകുമ്പോ തന്നെ കുട്ടിക്ക് ഇങ്ങനെ ഇത്രയൊരു അനുഭവം, ഇത്ര വൃത്തികെട്ടൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കണേക്കാട്ടി നല്ലത് അമ്മമാർക്ക് അവരുടെ മീ ടൈം കൊടുക്കുന്നതാണ്. അവർക്ക് അവരുടേതായ ഇഷ്ടം. ഇപ്പൊ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഫോണിൽ കളിക്കാനാണ് ഇഷ്ടം. പണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഷട്ടിലൊക്കെ കളിക്കാൻ വന്നിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഷട്ടിൽ കളിക്കാനൊന്നും വയ്യ. അമ്മയ്ക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പണ്ട് അമ്മ ഞങ്ങളൊപ്പം കളിക്കാൻ വന്നിരുന്നു. അപ്പൊ എനിക്കും കളിക്കാൻ വയ്യ, അമ്മയ്ക്കും കളിക്കാൻ വയ്യ. ഇപ്പൊ അമ്മ ഫോണിൽ നോക്കിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും അമ്മയെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല ഫോണിൽ അമ്മ നോക്കിയിരിക്കുമ്പോൾ. പക്ഷെ അമ്മ കടന്നുറങ്ങും, അപ്പൊ ഒന്നും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയാ. അപ്പൊ അമ്മയ്ക്ക് മീ ടൈം, അല്ലെങ്കിൽ അമ്മ വേറെ പാട്ട് എന്തെങ്കിലും കേട്ടിരിക്കും. അപ്പൊ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല. പണ്ട് പോയിരുന്നു. ഈ ഒരു സ്ത്രീ പേര് ഞാൻ മറന്നുപോയി, ആ ലേഡിയുടെ ഇന്റർവ്യൂ കണ്ടേ പിന്നെ ഞാൻ പോകാറില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എത്രത്തോളം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. അവരവരുടെ സമയം എൻജോയ് ചെയ്യട്ടെ, നമ്മുടെ സമയം എൻജോയ് ചെയ്യുന്നു. അവരവരുടെ സമയം എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സമയം എൻജോയ് ചെയ്യാം. അതാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ പല ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടൊരു കാര്യമില്ല. നല്ല കൂടണം, നല്ല കുറയണം എത്ര കൂടുന്നു എത്ര കുറയുന്നു എന്നുള്ള എല്ലാ വിഷയം ഇവിടെ. 10 ആണുങ്ങളുണ്ടെങ്കിൽ അതിന് 10 പെണ്ണുങ്ങളുണ്ടായ കുഴപ്പമില്ല. അല്ലാതെ പോപ്പുലേഷൻ നല്ലോണം കുറച്ചിട്ട് അഖില് പറഞ്ഞ പോലെ ചൈനയിൽ സംഭവിച്ച പോലെ 10 ആണുങ്ങൾക്ക് ഒരു പെണ്ണ്, അല്ലെങ്കിൽ 10 പെണ്ണുങ്ങൾക്ക് ഒരാണ്, അങ്ങനെയാണെങ്കിൽ പെട്ടു. അല്ലെങ്കിൽ ഈ 9 പേരും കല്യാണം കഴിക്കായിരിക്കണം, എന്നാ കുഴപ്പമില്ല. അല്ലാണ്ട് അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ വന്നിടി ഇടിയ. പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. അപ്പൊ നമ്മൾ കുറയ്ക്കാം, പക്ഷെ കുറയ്ക്കുമ്പോൾ എത്ര ആണുങ്ങളുണ്ടോ അത്രയും പെണ്ണുങ്ങളും ഉണ്ടാവും, എന്നാ കുഴപ്പമില്ല. ഒരു മയത്തിലൊക്കെ കുറയ്ക്കുമ്പോൾ എത്ര ആണുങ്ങളുണ്ടോ. ഇപ്പൊ 2 ചൈൽഡ് പോളിസി ആയാലും കുഴപ്പമില്ല. ഇന്ത്യയിലൊക്കെ ഒരു വീട്ടിൽ എത്ര കുട്ടി, നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര കുട്ടികളെ ഈ ആൺകുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുട്ടികൾ ഉണ്ടായി എന്താ ഇങ്ങോട്ടത് പോണു. പിന്നെ കുറെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാരണവന്മാർക്കും ബുദ്ധിയില്ല എന്ന് പറയേണ്ടി വരും. പറയുന്നോണ്ടൊന്നും തോന്നരുത്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ഒരു മുത്തശ്ശനൊക്കെ ആണെങ്കിൽ 7-8 മക്കളാണ്. ഈ 7 മക്കൾക്കും രണ്ട് മക്കളുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, 7-8 മക്കൾ, അവർക്ക് 2 മക്കൾ, പിന്നെ അവരുടെ ഈ 7 മക്കളുടെ ഒന്നും ആവശ്യം 2 മക്കളും ഉണ്ടായാൽ മതി. അങ്ങനെ എന്റെ അമ്മയുടെ വീട്ടില് 4 മക്കൾ, 2 മക്കൾ മതി.
4 മക്കളുടെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു 2 മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റാണ്, അത് മതി. ഒരു അച്ഛനമ്മയ്ക്കും വളർത്തി കൊതി തീർക്കാൻ 2 മക്കൾ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി മതി. പക്ഷെ അഖില് പറഞ്ഞ പോലെ വൺ ചൈൽഡ് പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് 2 കുട്ടികളുണ്ടെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകും. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നു, ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ തന്നെ എല്ലാ വീട്ടിലും 2 കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമി എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകും. പോപ്പുലേഷനും ഒക്കെ പിന്നെ ഈ പോപ്പുലേഷൻ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ അഖില് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ എന്താ ഒരു മനുഷ്യൻ അഖില് പറഞ്ഞ പോലെ എത്ര വേസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ വേസ്റ്റ് മൊത്തം എങ്ങനെയും കൊണ്ടേ കളയണ്ട. ഇപ്പൊ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് പണ്ടാണെങ്കിൽ നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിച്ചിരുന്നു, ബസ്സും ട്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ കൊറോണ വന്നതോടുകൂടി ബസ്സൊക്കെ നിന്നു, പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ല, നല്ല നിന്നാണ്. ഇപ്പൊ കുറെ പ്രൈവറ്റ് ബസ് പൊളിച്ചു എന്ന് കേൾക്കുന്നു ഞങ്ങളവിടെ, ഇരുമ്പ് വിലക്ക് കൊടുത്തു എന്ന് കേൾക്കുന്നത്. പിന്നെ കുറെ KSRTC ബസ്സുകളുണ്ട്. അപ്പൊ അതിൽ ആരും പേടിച്ചിട്ട് കുറെ പേര് കയറില്ല. പിന്നെ കൊറോണ ആയതുകൊണ്ട് KSRTC ഇപ്പൊ പുതിയ നിയമം എന്തോ വന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ഞാൻ നേരെ കൊറോണ പിന്നെ KSRTC 1 വർഷത്തെ കയറിയിട്ടുള്ളൂ. എന്തോ സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വേറെ ഇറക്കിയില്ല. അപ്പൊ പിന്നെ അവര് പ്രൈവറ്റ് വെഹിക്കിളിനെ ആശ്രയിക്കും. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ട്, എല്ലാവരുടെയും വീട്ടിലുണ്ട്. അതുകൊണ്ട് പോപ്പുലേഷൻ കൂടും. ഇപ്പൊ ഒരു വീട്ടില് 4 കുട്ടികളാണെങ്കിൽ ആ 4 കുട്ടികൾക്ക് അച്ഛനമ്മമാര് പുതിയ വണ്ടി എടുത്ത് കൊടുക്കും. പക്ഷെ 2 കുട്ടികളാണെങ്കിൽ 2 വണ്ടിയല്ലേ അവർക്ക്. 2 പേർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് 2 വണ്ടി തന്നെ വേണം. അല്ലാതെ ഇപ്പൊ ആരും, അതും ചുരുക്കം ഫാമിലീസേ ഇപ്പൊ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് ഒരു വണ്ടി ഓടിച്ചു കൊടുത്താൽ അവര് ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാനും എന്റെ ഏട്ടനും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും 2 ഫോണുണ്ട്. അല്ലാതെ ഒരു ഫോൺ ഉണ്ടായ കാര്യം നടക്കില്ല. കാരണം ഏട്ടന്റെ പഠിക്കാണ്ട്, എനിക്ക് എന്റെ പഠിക്കാനുണ്ട്. 2 പേർക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഒരിക്കലും നടപടിയാവണ കേസല്ല. പിന്നെ ഏട്ടനെ ചിലപ്പോ ജോലിക്ക് പോകും. അപ്പൊ എനിക്ക് പഠിക്കണ്ടേ. ഇപ്പൊ ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് കൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊന്നും നമുക്ക് നടക്കില്ല. അപ്പൊ അത്ര റിസോഴ്സസും അധികം ഉണ്ടാവും. അത്ര റിസോഴ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. ഏതൊരു ഐറ്റവും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറെ കഴിഞ്ഞാൽ അതിന്റെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. പിന്നെ അത് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 2 കുട്ടികൾ എന്നുള്ള പ്ലാൻ അതൊരു മികച്ച പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു പോപ്പുലേഷൻ ബാലൻസിങ് ആണ് അവിടെ നടക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിൽ 2 ആൺകുട്ടികൾ ജനിച്ചു ചോദിക്കുക. അപ്പൊ 2 വീട്ടിൽ 2 പെൺകുട്ടികൾ ജനിച്ചാൽ ആ 2 ആൺകുട്ടികൾക്ക് മറ്റു 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാം. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടൊരു ബാലൻസിൽ പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ മിക്കവാറും സൗത്ത് ഇന്ത്യയിലൊക്കെ 2 കുട്ടികളൊക്കെ തന്നെ ഏകദേശം ഞാൻ കണ്ടിട്ടുള്ളൂ. 3ഉം 4ഉം കുട്ടികളെ അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതും ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അച്ഛനമ്മക്ക് 2 കുട്ടികൾ തന്നെ ഉള്ളൂ. അപൂർവം പേർക്ക് 3ഉം 4ഉം കുട്ടികളൊക്കെ ഉണ്ടാവാം. 2 കുട്ടികൾ, ചിലർക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, ചിലർക്ക് 2 കുട്ടികളുണ്ടാവും. അങ്ങനെ അപ്പൊ 2 കുട്ടികൾ മതി എന്നുള്ള തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം. അത് ഏറ്റവും നല്ല. പിന്നെ വേറെ എടുക്കാൻ പറ്റിയ, അതിനിത്തിരി സന്മനസ്സുള്ളവർക്ക് എടുക്കാൻ പറ്റിയ തീരുമാനം എന്താണെങ്കിൽ സ്വന്തമായിട്ട് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാതെ ഓർഫനേജസിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക 2 കുട്ടികളെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അവരും ഇപ്പോ ഈ ലോകം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ലിവിങ് ബീങ്സ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഒരു വീഡിയോ എനിക്ക് അഖിലിന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഒരു സിംഗിൾ സെല്ലിന് DNA വേരിയേഷൻസ് വന്നിട്ടാണ് മനുഷ്യനും മരങ്ങളും ഒക്കെ ഉണ്ടായത്, മൃഗങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോ എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. അല്ലാതെ അവർക്ക് ഏതോ ഒരു പൂർവികനായിട്ടൊരു ബന്ധമുണ്ട്. ആഫ്രിക്കയിൽ ഫസ്റ്റ് വന്ന സെല്ലിൽ നിന്നുണ്ടായ പൂർവികന്റെ മക്കളും മരുമക്കളും മക്കളുടെ മക്കളുടെ മക്കളും ഒക്കെ തന്നെ നമ്മൾ. അപ്പൊ നമുക്ക് അവരായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട്. അപ്പോ ഒരു കുട്ടീനെ ഒരു ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുന്ന അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മക്കളുണ്ടെങ്കിൽ ഒരു ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യും ഒരു കുട്ടീനെ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അതൊരു ലൈഫായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് എന്റെ കുട്ടിയല്ല, എന്റെ ബ്ലഡ് അല്ല. സ്വന്തം ബ്ലഡ് എന്ന് പറയുന്നവരുടെ അച്ഛനമ്മയും തല്ലിക്കൊല്ലുന്ന സീനും നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ. പിന്നെ സ്വന്തം അച്ഛനമ്മയും മക്കളെ തല്ലിക്കൊല്ലുന്ന സീനും കാണാൻ പറ്റും. അപ്പൊ ഈ എന്റെ ബ്ലഡ് എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഒന്നും ഇപ്പൊ ഒട്ടുമില്ല. ഒരു 1-2% പ്രസക്തിയാണ്. അതപ്പോ എന്റെ ബ്ലഡ് എന്ന് പറഞ്ഞിരുന്ന അച്ഛനമ്മയും ഒരു 30 വയസ്സായിട്ടും ജോലിക്ക് പോകാത്ത കുട്ടീനെ വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ആ കുട്ടീനെ അപമാനിക്കും. അങ്ങനെ ഇത്രയും കാലം സ്വന്തം കുട്ടിയാന്നൊന്നും നോക്കില്ല അവര്. അപ്പൊ സ്വന്തം ചോര എന്ന് പറയണതിന് വലിയ അർത്ഥമൊന്നുമില്ല. അത് നമുക്ക് പറയാം, സ്വന്തം ചോരയാണ്, എന്റെ ചോര എന്നൊക്കെ പറയാം. എന്റെ ചോര നിന്റെ ചോര ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരാരെ പറ്റിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. നമ്മള് പത്രത്തിൽ ഡെയിലി കാണുന്ന അച്ഛൻ അമ്മേനെ കൊന്നു, അല്ല അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, അമ്മ മകനെ കൊന്നു, മകൻ അമ്മേനെ കൊന്നു, അച്ഛനമ്മയും മക്കളും കൂടി അങ്ങോട്ടും തല്ലിപ്പിരിഞ്ഞു, എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ സ്വന്തം ചോര, ഇപ്പൊ നമ്മൾ സ്വന്തം ചോര അല്ല ഇതിനെ പറയാൻ നിൽക്കുന്നു. ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ട് സ്വന്തം കുട്ടീനെ പോലെ വളർത്താൻ മനസ്സുള്ള ഒരാൾക്ക് വളർത്താവുന്ന തന്നെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഓർഫനേജ് ഒക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇന്ത്യയിലെ മിക്കവാറും ഓർഫനേജ് നമുക്ക് അടച്ചുപൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ തന്നെ പറ്റും. ചൈൽഡ് പ്രഗ്നൻസി വരുന്നവരാണ് മിക്കവാറും ഈ ഓർഫനേജിലൊക്കെ കൊണ്ടാക്കുന്ന കുട്ടികൾ. അപ്പൊ അതിന്റെ നമ്മൾ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതിലും വലിയൊരു നല്ല കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല
അപ്പോൾ അതിനുള്ള മനസ്സാരും കാണിക്കുന്നില്ല. അത് കാണിച്ചാൽ തന്നെ നമുക്ക് ഇവിടെയുള്ള പലവിധ കാര്യങ്ങളും നമുക്ക് നിർത്തലാക്കാം. എന്താ ഈ ഓർഫനേജിന്റെ മറവിലുള്ള പൈസ തട്ടിപ്പ്, അതൊക്കെ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു നമ്മൾ എവിടുന്നാ തുടങ്ങിയിട്ട് ഇപ്പോ ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്ത്യ ചൈന 2050 ഇന്ത്യ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള കൺട്രി ആവും. അതൊട്ട് തുടങ്ങിയിട്ട് നമ്മളെ ഓർഫനേജിൽ തട്ടിപ്പ് വരെ എത്തി. അപ്പൊ പോപ്പുലേഷന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കും. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ അതിന്റെ പോപ്പുലേഷന്റെ എഫക്ട്സ്, പോപ്പുലേഷൻ കൂട്ടിയാലും കുറഞ്ഞാലുള്ള കാര്യങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പടർന്നു പോകുന്നത് നമ്മൾ ഞെട്ടിപ്പോകും. വേസ്റ്റ് ഡിസ്പോസൽ, അത് ഇത് നമ്മൾ വിചാരിക്കില്ല ഒരിക്കലും. ഈ പോപ്പുലേഷൻ കൂടെ കുറയാൻ കുറയാന്ന് പറയാൻ ഇംബാലൻസ് നമുക്ക് പറയാം. ഇംബാലൻസ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താ നമ്മൾ നോർത്ത് നോക്കിയാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പോ ഇതൊരു ചെറിയ കാര്യമായിട്ട് എല്ലാവരും കാണുന്നു. ഇപ്പൊ പല ഫാമിലീസിനും ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണണം. പക്ഷെ ചെറിയ കാര്യം പിന്നെ അഖില് പറഞ്ഞ പോലെ ചില ആൾക്കാരുണ്ട്, നമുക്ക് എന്താ പറയാ, അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അവര് വിചാരിക്കും ഈ ഓരോ മഹാമാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കുറയും. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണ്. കാരണം ഞാൻ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മഹാമാരി ഒന്ന് ചത്തുപോട്ടെ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ മഹാമാരി വരുമ്പോ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോപ്പുലേഷൻ കുറയാനൊന്നും പോകുന്നില്ല. ഇഷ്ടംപോലെ പേര് പിന്നെയും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ കുറയുന്നില്ല. ഇത് ഗ്രീൻലാൻഡോ ഐസ്ലൻഡോ ഒന്നും അല്ലല്ലോ പോപ്പുലേഷൻ ഇങ്ങനെ കുറയുന്നത്. 10-50,000 പേര്. ഐസ്ലൻഡിലൊക്കെ 50,000 പേരേ ഉള്ളൂ. ആ 50,000 പേര് 50,000 ചില്ലുവാനം പേരേ ഉള്ളൂ. 50,000 സംതിങ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് പറയുന്നത് ശരിയാണ്. ഈ ഒരു മഹാമാരി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവിടെയും കുറവാണ് സാധ്യത. ചിലപ്പോൾ നമുക്ക് പക്ഷെ നമുക്ക് അസ്യൂം ചെയ്യാം അങ്ങനെ നടക്കുന്നു വേണമെങ്കിൽ. പക്ഷെ ഇന്ത്യ പോലെ രാജ്യത്തൊന്നും ഒരിക്കലും അങ്ങനെ നടക്കില്ല. ഒരു മഹാമാരി വന്നുകൊണ്ടൊന്നും അഖില് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അഖില് പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ ചിന്തിക്കുന്നവര് മണ്ടന്മാരാവുന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. അഖിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോപ്പുലേഷൻ ൻ്റെ കാര്യങ്ങൾ തന്നെ അതിൽ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉറക്കം പറ, കേൾക്കുന്നില്ല. ഓക്കെ മൈക്ക് കുറച്ച് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഓക്കെ. ക്ലിയർ. അപ്പോൾ പോപ്പുലേഷൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി കേട്ടോ 2100 സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ നല്ല രീതിയിൽ സ്ട്രൈക്കായിട്ട് പിന്നെ ഡൗണിലേക്ക് പോകുമെന്നുള്ള ഒരു കാര്യം ചെറുതായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, കാരണം ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിൽ അങ്ങനെ തോന്നുന്നില്ല. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇവർക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഗാന്ധിജി എത്രാമത്തെ കുട്ടിയായിരുന്നു, അങ്ങനെ ഒരു അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുട്ടികൾ അല്ല അഖിൽ, ഒരു മിനിറ്റ് ഓക്കെ ഒന്ന് ഇന്റർഫിയർ ഓക്കെ വിചാരിക്കരുത്. ഗാന്ധിജി ആ ചോദ്യം ആരാണ് ചോദിച്ചത്? ഗാന്ധിജി എത്രാമത്തെ കുട്ടിയായിരുന്നു എന്നുള്ളത്. ഒന്നാമത്തെ കുട്ടിയൊന്നും ഓ ആയിരുന്നില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ ഓ ചോദ്യം. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് എന്താ ആ വെച്ചാൽ കുറെ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരെ നഷ്ടപ്പെടുന്നു. അതന്നെ അപ്പൊ അതേപോലെ തന്നെ പല സൈക്കോസും ഇതേപോലെ 8-ാമത്തെ 9-ാമത്തെ കുട്ടികളാവും. അപ്പോഴോ ആ അഖിൽ അതാണ്. കണ്ടിന്യൂ. ഇതേപോലത്തെ കുറെ ആളുകളുണ്ട്. ഇതേപോലെ വെറുതെ എന്തൊക്കെ അവരുടെ കയ്യിലുള്ള ഡാറ്റാസാന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത്. മാക്സിമം നിങ്ങൾ തന്നെ പോയിട്ട് സെർച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പോപ്പുലറായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഒരു സംഭവമുണ്ട്, പോപ്പുലേഷൻ ബോംബ് തിയറി എന്നാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുന്നതാണ്. അതിൽ ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു വലിയ ഡിസാസ്റ്ററാണ് നമ്മളെ മുന്നിൽ കാണാനായിട്ട് വന്നത്. അതിൽ പറയുന്നുണ്ട്, ദ തിയറി ഈസ് ദാറ്റ് ദർ വിൽ ബി ഡിസാസ്റ്റർ ഫോർ ഹ്യൂമാനിറ്റി ഡ്യൂ ടു ഓവർ പോപ്പുലേഷൻ. ഏകദേശം 10 മില്യൺ പീപ്പിൾ ആയിരിക്കും ഏകദേശം സ്റ്റാർവേഷനായിട്ട് മരണപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അങ്ങനെ പല കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പോപ്പുലേഷൻ കൂടുന്തോറും നമുക്ക് നല്ലതൊന്നുമല്ല വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്രൈംസ് കൂടുതലായിട്ട് വരും. ഇത് നിയന്ത്രിക്കാൻ ആൾക്കാരുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോർട്ട് സിസ്റ്റത്തിനൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആൾക്കാരുണ്ട്. കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പോലും നേരാവണ്ണം പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. പോപ്പുലേഷനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് പോപ്പുലേഷനെ കുറിച്ചിട്ട് പറയാതിരിക്കുകയോ അല്ലാതെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ മൗനം പാലിച്ചു തരുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അബ്രാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളാണെങ്കിൽ നല്ലതാണെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് കുട്ടികൾ വേണ്ട എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആവറേജ് എടുത്തിട്ടാണ് ഈ TFR ഒക്കെ എടുക്കുന്നത്. അത് വിചാരിച്ചിട്ട് ഒരു ഫാമിലിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഇപ്പോൾ ചില വീടുകളിൽ 4-5 കുട്ടികളുണ്ടാവും. അപ്പം അവരും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ലൈക്ക് പോപ്പുലേഷൻ കൂട്ടണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയേണ്ടതാണ്. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഇത്തരം ഡാറ്റാസ് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗൂഗിളിൽ നിന്നും മറ്റ് സർവേ നടത്തിയ ഡാറ്റാസൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു
കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് നോക്കാവുന്നത് തന്നെയേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ പോയതിന് ശേഷം മാത്രം വിശ്വസിച്ചാൽ മതി. അല്ലാതെ ഞങ്ങൾ പറയുന്നത് അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നാം, ഇപ്പോൾ ഞങ്ങൾ ഈ രണ്ടുപേരും എന്താ പറയണത്, ബാക്കിയുള്ള ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ പോപ്പുലേഷൻ കൂട്ടണം, പോപ്പുലേഷൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഒന്നാമത് ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. മറ്റുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ഒരിക്കലും നിങ്ങളുടെ അന്വേഷണം നിർത്താനായിട്ട് പാടില്ല. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അഖില് പറഞ്ഞ വളരെ ശരിയാണ്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞത് നിങ്ങളാരും കേൾക്കേണ്ട മൊത്തം വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നുണ്ടാവും, പിന്നെ എന്തിനാ ചങ്ങായിമാരെ ഞങ്ങൾ ഇത് പോഡ്കാസ്റ്റിംഗ് കൊണ്ട് വന്നത്? കാരണം ഞങ്ങൾ രണ്ടാളും ഈ ഒറ്റയിരിപ്പിന് ഫസ്റ്റ് ഡിഗ്രി സ്റ്റുഡൻസ് ആയ ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതാണ്. സ്കൂളിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത്. ഞങ്ങളല്ലാണ്ട് ഇതാ ഇന്ന് എല്ലാവരെയും ബോധവൽക്കരിച്ചേക്കുക അങ്ങനെയല്ല. ഇതിപ്പോ ഞങ്ങളെ സ്കൂളൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല. ഓവർ പോപ്പുലേഷൻ ഉണ്ട് എന്ന് പഠിപ്പിക്കും. ഈ ജോഗ്രഫി ടെക്സ്റ്റിലൊക്കെ ഉണ്ടാവും ഇത്ര സ്ഥലം ഓവർ പോപ്പുലേറ്റഡ് ആണ്, കഴിഞ്ഞു. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഒന്നും നമുക്ക് പഠിപ്പിക്കുന്നില്ല. ഇതൊന്നും ഇതൊക്കെ എവിടെ ഒരു സ്കൂളും പഠിപ്പിക്കുന്നില്ല. ഓവർ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോഴുള്ള എങ്ങനെയാണ് ഫാമിലി പ്ലാനിങ് ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യത്തിനെ പറ്റി, രാജ്യത്ത് എത്ര പോപ്പുലേഷൻ ഉള്ളപ്പോൾ നമുക്ക് ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? അതിൽ പറഞ്ഞ TF, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അതൊക്കെ എന്താ ഒന്നും കറക്റ്റായിട്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വേറെ എന്തൊക്കെയോ പഠിപ്പിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വന്നത് ഇവിടെ വന്നിട്ട്. അല്ലാതെ നിങ്ങളെ എന്ന് ബോധവൽക്കരിച്ചേക്കാമെന്ന് പറഞ്ഞു വന്നൊന്നുമല്ല. ഇത് കേൾക്കുന്ന പലരും ഞങ്ങളെക്കാട്ടും പ്രായം കൂടിയവരുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞവരുണ്ടാവും. അപ്പൊ ഞങ്ങളിത് അന്നേരം ഒരു ഫോൺ കോളിന്റെ ഇടയിൽ ഞങ്ങളെ ഡിസ്കഷനിൽ കയറി വന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇതിനെ പറ്റിയിട്ട് ബാക്കിയുള്ളവരോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവർക്ക് വേണമെന്ന് അഖില് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ അത്രയും വിശ്വാസമുള്ള ഏതൊരാളത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ പണ്ട് എനിക്ക് ഈ ഒരു പത്രത്തിൽ കണ്ട പരസ്യം എനിക്ക് ഓർമ്മ വന്നു. ഈ കോൺട്രസെപ്റ്റീവ് ഡിവൈസസിലെ ഒരു ഡിവൈസാണ് കോപ്പർട്ടി. കോപ്പർട്ടി എന്ന് കേട്ടിട്ടുണ്ടാവും. കോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ സാധനമാണ് കോപ്പർട്ടി. കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടി, കുട്ടീനെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് വയറിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞു. അപ്പോ ഒരു കുട്ടി ആ കോപ്പർട്ടി ഉപയോഗിച്ചിട്ടും കുട്ടി ജനിച്ചു വന്നു. എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ കോപ്പർട്ടിയുടെ യൂസേജ് ശരിയില്ല, എന്നിട്ട് അത് യൂസ് ചെയ്യാൻ അറിയാത്തവൻ യൂസ് ചെയ്തിട്ടാണോ എന്താണെന്നറിയില്ല. ആ കുട്ടി കയ്യിൽ കോപ്പർട്ടിയും പിടിച്ച് ജനിച്ചു വന്നു. അപ്പോ പത്രങ്ങളൊക്കെ വലിയ ഹൈപ്പിൽ കൊടുത്തിരുന്നു, അത് ആ കുട്ടിയുടെ വിജയമാണ്. കുട്ടി കയ്യിൽ കോപ്പർട്ടിയായിട്ടാണ് ജനിച്ചു, കയ്യിൽ കുട്ടീനെ പിടിച്ചിട്ടാണ് ജനിച്ചു വന്നത്. അപ്പൊ കോപ്പർട്ടി കയ്യിൽ പിടിച്ചിട്ട് കുട്ടി ജനിച്ചു വന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? വിധിയെ മറികടന്നു. ഉണ്ടയാണ് ഉണ്ട. കുട്ടി വിധിയെ മറികടന്നതല്ല. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുട്ടിയുടെ ദുർവിധി. കാരണം ഈ കുട്ടിയെ വേണ്ടാന്ന് അച്ഛനമ്മയും തീരുമാനിച്ചത് എന്തുകൊണ്ടാവും? അവരൊന്നില്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രിപ്പയർഡ് ആവില്ല, അല്ലെങ്കിൽ മെന്റലി പ്രിപ്പയർഡ് ആവില്ല. ഫിനാൻഷ്യലി മെന്റലി ഇങ്ങനെ കുട്ടീനെ വരാൻ പ്രിപ്പയർഡ് അല്ലാത്തൊരു ഫാമിലിക്കാണ് കുട്ടി വരുന്നത്. അപ്പൊ കുട്ടിയുടെ ധീരത അല്ല ഇവിടെ പ്രശ്നം. കുട്ടി ഇനി വളർന്നു വലുതാൻ എന്ത് ചെയ്യും? മെന്റലി പ്രിപ്പയർഡ്. ചിലപ്പോ അമ്മ അച്ഛനും ആരിലും ഒരാളെ അങ്ങനെ രണ്ടുപേരും മെന്റലി പ്രിപ്പയർഡ് ആവില്ല. ഫിനാൻഷ്യലി പോട്ടെ, ഫിനാൻഷ്യലി നമുക്ക് പൈസ എങ്ങനെയും ഉണ്ടാക്കാന്ന് പറയാം, ജോലി എടുത്തിട്ടോ എങ്ങനെയും ഉണ്ടാക്കാം, കടം മേടിച്ചിട്ട് ഉണ്ടാക്കാന്ന് പറയാം. മെന്റലി പ്രിപ്പയർഡ് അല്ലാന്ന് കൂട്ടി ആ കുട്ടിയുടെ ജീവിതം എന്താവും? ഇപ്പൊ പല മാധ്യമങ്ങളും പറയുന്നത് ആ കുട്ടിയുടെ വിജയമാണെന്നാണ്. ആ കുട്ടി വിധിയെ മറികടന്നു വന്നു. എന്ത് മറികടന്നു വന്നു? ആ കുട്ടിയുടെ ദുർവിധി, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് എന്താ, കുട്ടി അതൊരു ആക്സിഡന്റൽ പ്രഗ്നൻസി ആയിരുന്നു. ആ കുട്ടി ഇനി ജനിച്ചു വന്നിട്ട് എനിക്കറിയില്ല, ചിലപ്പോ അല്ല അവര് ഇനിയിപ്പോ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അഡാപ്റ്റ് ആയെങ്കിൽ ആ കുട്ടിക്ക് നല്ലത്. കുട്ടിയുടെ ഭാവിയാണ് പോകുന്നത്. കുട്ടീനെ കുറ്റം പറയാനും പറ്റില്ല, കാരണം കുട്ടിക്ക് ഇതൊന്നും അറിയാതെയാണ് സംഭവിക്കുന്നത്. പക്ഷെ കുട്ടിയുടെ ദുർവിധി എന്നേ പറയാനുള്ളൂ. അപ്പോ ഇങ്ങനത്തെ ഓരോ ന്യൂസ് വരുമ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും, ഒന്നിനും നമ്മൾ കുറ്റം പറയുന്നില്ല, എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. അത് അവരുടെ വിവരമില്ലായ്മയാണോ, അതോ അവർ വിവരമില്ലാതെ നടിക്കുകയാണോ, അതോ അങ്ങനത്തെ ഒരു മാസ് ന്യൂസ് കൊണ്ടുവന്ന അവർക്ക് കുറെ റീച്ച് കിട്ടുന്നുള്ള തോന്നലാണോ, ഒന്നും അറിയില്ല. ഇതിലെന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയൂ. നമ്മളിപ്പോൾ കുറേ നേരം വിഷയത്തെക്കുറിച്ചിട്ട് കുറേ സംസാരിച്ചു. അതിൽ നമ്മൾ പല വിഷയങ്ങളും ചില വിഷയങ്ങൾ ബ്രീഫായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പല വിഷയങ്ങളെയും കുറിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം
ഇത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയൊരു ഇഷ്യൂ അല്ല, ഇറ്റ്സ് എ ഹ്യൂജ് ഇഷ്യൂ. കാരണം ഇപ്പോൾ നമ്മൾ പ്രതിസന്ധി നേരിടുന്ന ഒരു സംഭവം തന്നെയാണ്. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിലാണ് ഇപ്പോൾ കുറേ പേര് പോപ്പുലേഷൻ കൂട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. വേൾഡോമീറ്റർ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇങ്ങനെ കൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ബർത്ത് റേറ്റ്സും ഡെത്ത് റേറ്റ്സും ഇപ്പോഴത്തെ കൺട്രിയിലെ ടോട്ടൽ പോപ്പുലേഷൻ ഒക്കെ അങ്ങനെ മാറി വരുന്നത് കാണാം. അതിലൊന്നും നിങ്ങൾക്ക് കുറയുന്നത് കാണാനായിട്ട് പറ്റില്ല, കൂടുന്നതേ കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ആയുസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത്രത്തോളം പോപ്പുലേഷൻ കൂടും. കാരണം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാലും 2 കുട്ടി ജനിച്ചാലും 3 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലും ബാക്കി ആളുകളും ഉണ്ട്. ഓക്കെ, ഈ ജനിക്കുന്ന കുട്ടികളെ വെച്ചിട്ടല്ല നമ്മൾ പോപ്പുലേഷൻ നോക്കുന്നത്, എത്ര പേര് ആ ഒരു സമയത്തുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ നോക്കുന്നത്. ഓക്കെ, ഡെത്ത് റേറ്റ്സ് എപ്പോഴും കമ്മിയായിരിക്കും, ബർത്ത് റേറ്റ്സ് കൂടുന്ന ടൈമിൽ ഓവർ പോപ്പുലേഷൻ ആയിരിക്കും. ഓക്കെ, ഡെത്ത് റേറ്റ്സ് കൂടുകയും ബർത്ത് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിക്ലൈൻ വരും പോപ്പുലേഷന്. ഇത് രണ്ടും വരാതെ നമുക്കൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകണം. ഓക്കെ, ഈക്വൽ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബർത്ത് റേറ്റ്സ് കൂടുക തന്നെ വേണം. പക്ഷെ അതിനൊക്കെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ബോർഡർ ലൈന് വേണം, അല്ലാത്ത പക്ഷം അത് വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ മാറുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നിർത്താൻ തോന്നുന്നു അല്ലേ? അഖില്, നമുക്ക് നിർത്താം. ഇനി ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ഫോളോ ചെയ്യാം, എങ്കിലേ ബാക്കി പറയും. ഓക്കെ, ചിലപ്പോൾ ഞങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ആവുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വലിയ മൈക്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല ഇത് എടുക്കുന്നത്, വളരെ സിമ്പിൾ സെറ്റപ്പോട് കൂടി എടുക്കുന്നതാണ്. അപ്പോൾ ചില ഇഷ്യൂസസ് ഒക്കെ ഉണ്ടാവാം, അതൊക്കെ നമ്മൾ വരും പോഡ്കാസ്റ്റുകളിൽ മാറ്റി വരുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എല്ലാ എപ്പിസോഡിലും ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം, പുതിയൊരു ഇംഗ്ലീഷ് വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഗ്രേറ്റ്, എനിക്ക് തോന്നിയതാണ്. അഖിലിന് അത് കൺവിൻസിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫണ്ണി വേർഡാണ്, ഒരു ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയൊരു വേർഡാണ്. എനിക്ക് ഒരു യൂട്യൂബ് ബ്ലോഗർ പരിചയപ്പെടുത്തുന്ന വേർഡാണ്, ലീബ്രോ ക്യൂബിക്കുലറിസ്റ്റ്. LIBRO CUBIC CULARIST, ലീബ്രോ ക്യൂബിക്കുലറിസ്റ്റ്. നമ്മൾ വിചാരിക്കും ഈ വാക്ക് എന്തോ വലിയ അർത്ഥമാണ്. ഒന്നുമല്ല, ബെഡ് കിടന്നിട്ട് ബുക്ക് വായിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ്. ബെഡ് കിടന്നിട്ട് ബെഡ് ടൈമിൽ ബുക്ക് വായിക്കും, ബെഡ് കിടന്നിട്ട്. ലീബ്രോ ക്യൂബിക്കുലറിസ്റ്റ്. നാളെ അഖിൽ ഒരു അടിപൊളി വാക്കുമായിട്ട് വരുന്നത്, ഫണ്ണി ആയിട്ടുള്ള വേർഡുമായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.